ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സ്വാഗതം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് ഈ ഒരു ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങളെല്ലാവരും കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പരീക്ഷയുണ്ട്. നിങ്ങളെല്ലാവരും പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് പഠനമൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ടോ? അപ്പം നിങ്ങൾ എൻ്റെ ആദ്യത്തെ തന്നെ പ്രധാന ഉപദേശം എല്ലാ പ്രാവശ്യവും ഞാൻ പറയാറുള്ളത് പോലെ, എല്ലാ കുട്ടികളോടും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഫിസിക്സ് പാർട്ടിലെ പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ഇപ്പോൾ പ്രോബ്ലംസ് നമുക്ക് പൊതുവേ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള കൂട്ടത്തിലാണ് നമ്മൾ എല്ലാവരും. മാത്തമാറ്റിക്കലി കുറച്ച് നമ്മൾ പുറകോട്ടാണ്. പക്ഷെ അങ്ങനെ അല്ലാത്തവരും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ PG യും ഡിഗ്രിയും ഒക്കെ ആയിട്ട് പിന്നെ B.Edഉം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ പ്രോബ്ലത്തിനോട് നമുക്ക് പൊതുവേ ഒരു വിരക്തി നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് പൊതുവേ ഉണ്ടാകാറുണ്ട്. ആ ഒരു ട്രബിൾ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ പരീക്ഷ കേട്ടറ്റ് കാറ്റഗറി 3 പരീക്ഷ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നൊരു പരീക്ഷയാണ്. താരതമ്യേന എളുപ്പമുള്ള ഒരു പരീക്ഷയാണ്. നിങ്ങൾ +2 കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര എളുപ്പമായിരിക്കും ഈ ഒരു പരീക്ഷ. ഇനി പോകാത്തവരാണെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിച്ച് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് ഏതൊക്കെ ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെ പ്രോബ്ലംസ് വരാം എന്നുള്ള രീതിയിലുള്ളൊരു ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പരീക്ഷ ഭയങ്കര എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ഇനി ലാസ്റ്റ് മിനിറ്റാണ്. ഇനി കൂടുതൽ കാട് കയറി പഠിക്കാനൊന്നും പോകണ്ട. എന്താണ് പരീക്ഷയുടെ തലേദിവസം ആകുമ്പോഴത്തേനും അയ്യോ അത് പഠിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇനി നിങ്ങളുടെ സ്ട്രെങ്തുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ഭാഗങ്ങളെയും ടച്ച് ചെയ്ത് വേണം പോകാനായിട്ട്. എല്ലാ പോർഷൻസും എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാമായിരിക്കണം. ഒരു ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളെ അവഗണിക്കരുത്. എല്ലാ ചോദ്യങ്ങളും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉത്തരത്തിൻ്റെ ഓപ്ഷൻസൊക്കെ ശരിക്കും വായിച്ച് മനസ്സിലാക്കണം. എല്ലാ ഓപ്ഷൻസും ചിലപ്പം ട്വിൻസ് ഒരമ്മ പറ്റ മക്കളെ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻസൊക്കെ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. പല മത്സര പരീക്ഷകൾ എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും ഞാനത് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു പരീക്ഷ, ഈ തവണത്തെ പരീക്ഷ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു വിജയം കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യമേ തന്നെ നല്ലപോലെ പരീക്ഷയ്ക്ക് ഒരുങ്ങുക. ഇനി നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനുള്ളൊരു സമയമാണ് ഇനി. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യണം. എല്ലാ ഭാഗങ്ങളും ഒന്ന് റിവൈസ് ചെയ്യണം. പ്രതിഭ ഹായ്, അദീസ് ഹായ് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത്രയും കാലം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം. നമ്മളിപ്പോൾ കുറേ ഫോർമുലാസും കുറേ ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ചിലപ്പം ഈ ബാക്കിയുള്ള പഠനത്തിൻ്റെ കൂടെ ചിലപ്പോൾ നമ്മൾ മറന്നു പോയതിരിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണം. അതൊക്കെ റിവൈസ് ചെയ്യണം. പരീക്ഷയ്ക്ക് തലേ ദിവസം ഇതെല്ലാം കൂടെ വെക്കാതെ ഒരു 2-3 ദിവസം മുമ്പേ തന്നെ ഒരു റിവിഷനൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ പഴയ കാര്യങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ച് പ്രധാനപ്പെട്ട ഫോർമുലാസ്, ഇക്വേഷൻസ്, ഇങ്ങനത്തെ ട്രിക്കുകൾ, ചില പ്രോബ്ലംസൊക്കെ ചെയ്യാനുള്ള ട്രിക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാനുള്ളൊരു സമയമാണ്. പുതിയതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് കുത്തി കയറ്റാതിരിക്കുക. നിങ്ങൾക്ക് താങ്ങാനാവുന്ന ലോഡേ ഇനി എടുക്കാവൂ. ഇനിയും കൂടുതൽ പഠിച്ച് പിന്നെ നേരത്തെ പഠിച്ചതൊക്കെ മറന്നുപോയി ആകെ ടെൻഷനാകരുത്. അതുകൊണ്ട് വളരെ സാവധാനം നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പ്രോബ്ലംസുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളെയും ഏറെക്കുറെ ടച്ച് ചെയ്യുന്ന രീതിയിൽ കുറേ പ്രോബ്ലംസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസാണ്. അപ്പോൾ അത് പറയുന്ന കൂടെ നമ്മുടെ സിലബസിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഏതൊക്കെ ഭാഗങ്ങൾ ഇനി നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുക. നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ see the first question. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. A ball is thrown vertically upward. It has a speed of 10 meter per second when it has reached 1/2 of its maximum height. How high does the ball rise?
ഇതാണ് ചോദ്യം. നിങ്ങൾ ചോദ്യം കാണുന്നുണ്ടെന്ന് കരുതുന്നു, ചോദ്യം വായിച്ച് മനസ്സിലാക്കിയെന്നും കരുതുന്നു. അപ്പം ഐ ആം ത്രോയിങ് എ ബോൾ വെർട്ടിക്കലി അപ്വേർഡ്സ് ആൻഡ് ഇറ്റ് ഹാസ് എ സ്പീഡ് ഓഫ് 10 meter per second when it has reached 1/2 of its maximum height. How high does the ball rise? ഇതാണ് എൻ്റെ ചോദ്യം. അതായത് ഞാനൊരു ബോൾ മുകളിലേക്ക് എറിഞ്ഞു, മുകളിൽ പോയിട്ട് അത് താഴേക്ക് തിരിച്ചു വരും. അപ്പം മുകളിലേക്ക് പോകുന്ന വഴി പകുതി എത്തുന്ന സമയത്ത് എനിക്ക് ബോളിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 10 meter per second ആണ്. അങ്ങനെയാണ് എങ്കിൽ ബോൾ എത്ര ദൂരം മുകളിലേക്ക് സഞ്ചരിക്കും എന്നുള്ളതാണ് ചോദ്യം. സോ ഹിയർ വി ഹാവ് ടു യൂസ് ഈ ഒരൊറ്റ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. നോക്കുക, ഇക്വേഷൻ എഴുതുന്നതിന് മുമ്പ് ഐ വിൽ ഷോ യു. സി, ഇതാണ് ഞാനിവിടുന്ന് ബോൾ ഇങ്ങനെ എറിയുന്നു. സോ ഇറ്റ് ഹാസ് റീച്ച്ഡ് എ ഹൈറ്റ് എച്ച് ഹൈറ്റ്. ഇത് പൊങ്ങി എന്ന് കരുതുക. സോ അറ്റ് h/2 ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? വെലോസിറ്റി ഈക്വൽസ് 10 meter per second. 10 meter per second ആണ് h/2. അപ്പം ഈ h എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഹിയർ വി ഹാവ് ടു യൂസ് v² - u² ഈക്വൽസ് 2as. ദിസ് ഈസ് ദ ഇക്വേഷൻ ദാറ്റ് വി ഹാവ് ടു യൂസ്. അല്ലേ? s = ut + ½ at². അത് വെച്ച് ചെയ്താൽ ടൈമൊക്കെ നമുക്ക് വേണ്ടി വരും. സോ ഇവിടെ v² - u² = 2as. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു ചോദ്യം വായിക്കുമ്പോൾ എന്തൊക്കെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എന്നതിനെ ബേസ് ചെയ്ത് വേണം നമുക്ക് ഇക്വേഷൻ ചൂസ് ചെയ്യാനായിട്ട്. v = u + at അതൊന്നും സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവിടെ എസിനെ പറ്റി ഒരു പരാമർശങ്ങളും ഇല്ല. സോ s = ut + ½ at² ചെയ്താൽ പോയാൽ അവിടെ ടൈം കണ്ടുപിടിക്കേണ്ടി വരും. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. സോ v² - u² = 2as. So this is the one we have to choose. So at h/2 എന്ത് സംഭവിച്ചു? at h/2 വെലോസിറ്റി എത്രയാണ്? ഇവിടെ h/2 ഫൈനൽ വെലോസിറ്റി 10 meter per second. സോ 10² - u². ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാവോ? ഇല്ല. ഐ ആം ത്രോയിങ് ഇറ്റ് അപ്വേർഡ്സ്. ഐ ആം നോട്ട് ഡ്രോപ്പിംഗ് ദ ബോൾ, ഐ ആം ത്രോയിങ് ഇറ്റ് അപ്വേർഡ്സ്. നിങ്ങൾ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ബോൾ ഡ്രോപ്പ് ചെയ്യുകയാണ് എന്ന് പറയുകയാണ് എങ്കിൽ, ഐ ആം ഡ്രോപ്പിംഗ് എ ബോൾ ഫ്രം എ ഹൈറ്റ് h എന്ന് പറയുവാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 0. ഇഫ് ഐ ആം ത്രോയിങ് എ ബോൾ അപ്പ്, there is an initial velocity and we have to find out that initial velocity. ആ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ട് ബോൾ എറിയുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചോദ്യം വായിക്കുമ്പോൾ ആ വേർഡ് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. സോ 10² - u² ഈക്വൽസ് 2. acceleration. What is acceleration here? മുകളിലോട്ട് പോകുമ്പോൾ acceleration due to gravity. എങ്ങോട്ടാണ്? ബോൾ മുകളിലേക്കാണ്. വെലോസിറ്റി ഇങ്ങോട്ടും, acceleration താഴോട്ടുമാണ്. സോ വി ഹാവ് ടു ചൂസ് നെഗറ്റീവ്. -g h/2. ശരിയല്ലേ? -g × h/2. സോ 10² - u² ഈക്വൽസ് -2g × h/2. ഇനി ജിയുടെ വാല്യൂ സെലക്ട് ചെയ്ത് ജിയുടെ വാല്യൂ ഈസ് ടേക്ക് ഇറ്റ് ആസ് 10. സോ ഇറ്റ് ഈസ് 100 - u² ഈക്വൽസ് -2 × 10 × h/2. സോ 2 and 2 ക്യാൻസൽസ്. സോ u² ഈക്വൽസ് എന്ത് വരും? u² ഈക്വൽസ് ഇതിനെപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ ഇറ്റ് ഈസ് 100 + 10h. u² ഈക്വൽസ് 100 + 10h. അവിടെ കിടക്കട്ടെ. ഇനി നോക്കുക, നമുക്ക് അറ്റ് ഹൈറ്റ് h, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി അറ്റ് ഹൈറ്റ് h? വെലോസിറ്റി ബിക്കംസ് 0. വെലോസിറ്റി 0 ആയിട്ടാണ് പിന്നെ താഴേക്ക് വരുന്നത്. ഇൻഫിനിറ്റ് ആയിട്ട് മുകളിലോട്ട് പോകുമല്ലോ, അവിടുന്ന് താഴോട്ട് വരും. ശരിയല്ലേ? സോ അറ്റ് ഹൈറ്റ് h എന്താണ് സംഭവിക്കുക? v² - u² ഈക്വൽസ് 2gh മൈനസ്, അല്ലേ? ഇവിടെ ആക്സലറേഷൻ മൈനസ് തന്നെയാണ്. സോ -2gh. സോ v² എത്രയാണ്? v² ഈസ് സോ at that here v² is equal to 0. At h v is equal to 0, therefore v² is equal to 0, and we get -u² equals -2gh. -u² equal -2gh. Minus and minus cancels. u² വാല്യൂ നമുക്കുണ്ട്. u² എന്ന് പറയുന്നത് 100 + 10h ഈക്വൽസ് 2 × 10 × h.
2 into 10 into h. So നോക്കിക്കേ, സോ ഇറ്റ് ഈസ് 20h ആയി. 20h ഇവിടെ 10h, 10hനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഇറ്റ് ഈസ് 20h minus 10h, it will become 10h. So 100 equals 10h and h equals 10 meter. h equals 10 meter. മനസ്സിലായോ? ഈ പ്രോബ്ലം മനസ്സിലായോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണേ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഈ പ്രോബ്ലത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചോദിക്കാം. ഇത് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ഒന്നുകൂടെ പറയണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇറ്റ് ക്ലിയർ? 10 യെസ്, പ്രതിഭ ശ്രീജിത്ത്, വെരി ഗുഡ്. 10 മീറ്റർ ആണേ. നമ്മളെ പഴയ കണക്ക് മാഷുമാർ ചോദിക്കുന്നത് 10 തേങ്ങയാണോ മാങ്ങയാണോ ചക്കയാണോ അതൊക്കെ ചോദിക്കുന്നത്. 10 മീറ്റർ യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ് പ്രതിഭ. സോ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നോക്കുക, നെക്സ്റ്റ് വൺ. A wave disturbance in a medium is described by y equals y of xt equals 0.02 cos 50 pi t plus pi by 2 cos 10 pi x, where x and y are in meters and y in seconds. 4 ഓപ്ഷൻ തന്നിരിക്കുന്നു. നമുക്ക് ഒരു വേവിൻ്റെ ഇക്വേഷൻ, ഒരു വേവ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. where x and y are in meters and t is in seconds. നമുക്ക് ആ വേവിനെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളാണ് 4 ഓപ്ഷനുകളായിട്ട് തന്നിരിക്കുക. ഒന്ന്, എ നോഡ് ഒക്കേഴ്സ് അറ്റ് x equal to 0.15 meter. 2, an ആൻറ്റി നോഡ് ഒക്കേഴ്സ് അറ്റ് x equal to 0.3 meter. The speed of the wave, മൂന്നാമത്തെ തന്നിരിക്കുന്നു, speed of the wave is 5 meter per second. The wavelength is 0.3 meter. അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷനും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് ജനറൽ ആയിട്ടുള്ളൊരു വേവ് ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് തരികലായിരിക്കും, നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ളത് തരും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ വി ഷുഡ് പ്രിപ്പയർ ഫോർ മാക്സിമം ഓർ വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ദ വേസ്റ്റ്. മനസ്സിലായോ? ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുത്തിരുന്നാലേ നമുക്ക് എളുപ്പമുള്ളത് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. സോ ദ ജനറൽ വേവ് ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ y of xt equals a cos omega t plus pi by 2, a cos omega t plus pi by 2 cos kx. See, a cos omega t plus pi by 2 cos kx. So this is the general wave equation. സോ ആദ്യം നമ്മളോട് ചോദിച്ചേക്കുന്നത് നോഡ് ഒക്കേഴ്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0.15 മീറ്റർ എന്നാണ്. വാട്ട് ഈസ് എ നോഡ്? നിങ്ങൾക്ക് വേവിൻ്റെ നോഡുകൾ, സ്റ്റാൻഡിങ് വേവിൻ്റെ നോഡുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ ദീസ് പോയിൻറ്റ്സ് ആർ നോഡ്സ്, ദ പോയിൻറ്റ്സ് വേർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. ഈ പോയിന്റുകൾ 1, 2, 3, ഈ 3 പോയിന്റുകളെയാണ് ദിസ് ഈസ് ദ എക്സ് and or this is the t, better this is the t and this is the x displacement. Okay, time അനുസരിച്ച് x. Okay, so the points where the displacement is 0 from the mean position are called nodes, and these points are called antinodes. മനസ്സിലായോ? അതിനെയാണ് ആൻറ്റിനോഡുകൾ എന്നും പറയുന്നത്. So to find the nodes if kx equals pi by 2, നോക്കിക്കേ, y is equal to 0, എക്സോ വൈയോ, ഇവിടെ y തന്നിരിക്കുന്നത് y എന്നിരിക്കട്ടെ, y equal to 0 വരുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ നോഡുകളെന്ന് പറയുന്നത്. ഇവിടെ y equal to 0 വരണമെന്നുണ്ടെങ്കിൽ cos kxൻ്റെ വാല്യൂ 0 വന്നാൽ മതി. cos kxൻ്റെ വാല്യൂ 0 വരിക എന്നുണ്ടെങ്കിൽ kxന് pi by 2 കൊടുത്താൽ മതി. ശരിയല്ലേ? kx cos pi by 2 is 0. So if kx is equal to pi by 2, a node occurs. If kx is equal to pi by 2, a node occurs. So if a node occurs, kx should be equal to pi by 2. ഇവിടെ kxൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? 10 pi x. ശരിയല്ലേ? So 10 pi x equals pi by 2.
10 pi x equals pi by 2, പൈയും വെട്ടിപ്പോയി. സോ എക്സ് ഈക്വൽസ് ഫ്രം ദിസ് എക്സ് ഈക്വൽസ് എന്ത് വരും 1/20 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. സോ 1/20 എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0.05 മീറ്റർ ആണ്. എക്സ് ഈക്വൽസ് 0.05 മീറ്റർ. സോ എക്സ് ഈക്വൽസ് 0.05 മീറ്റർ. നോഡ് ഒക്കേഴ്സ് അറ്റ് ഇവിടെ തന്നിരിക്കുന്നത് 0.15 മീറ്റർ. ഇറ്റ്സ് റോങ്. ശരിയല്ലേ? ആദ്യത്തെ ഓപ്ഷൻ പോയി. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ആൻ ആൻറ്റി നോഡ് ഒക്കേഴ്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0.3 മീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻറ്റി നോഡ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് മാക്സിമം, അവിടെയാണ് ആൻറ്റി നോഡ് ഉണ്ടാകുന്നത്. സോ ഫോർ ആൻ ആൻറ്റി നോഡ് ഇഫ് കെ എക്സ് ഈക്വൽസ് പൈ, if kx equals pi, an antinode occurs. If kx equals pi, an antinode occurs. If kx equals pi, an antinode occurs. ഓർത്തിരുന്നോണം, നോഡ് എപ്പോൾ ആൻറ്റിനോഡ് എപ്പോൾ. സോ ഇഫ് kx equal to pi, an antinode occurs. kx ൻ്റെ സ്ഥാനത്ത് 10 pi x equals pi. So pi and pi cancels. Therefore x equals 1/10. 1/10 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.1 മീറ്റർ. 0.1 മീറ്റർ ആണോ? x equal to 0.3 മീറ്റർ എന്നാണ് അവർ തന്നേക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ റോങ് ആണോ? സോ അത് കിട്ടി. ഇനി യെസ് ക്ലിയർ. നിങ്ങളുടെ കമൻറ്റൊക്കെ താമസിച്ചാണ് വരുന്നത്. സോ നെക്സ്റ്റ് ദ സ്പീഡ് ഓഫ് ദി വേവ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് തന്നേക്കുന്നത്. So, how to find the speed of a wave? The speed of a wave is given by, speed of a wave or velocity is given by omega by k. Speed is equal to omega by k. What is this omega? What is omega? Pottamaro. N ആയിരിക്കും. V is equal to omega by k. What is omega? നോക്കിയേ, ഒമേഗയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? ദിസ് ഈസ് ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഒമേഗ ഈസ് 50 പൈ ആൻഡ് കെയുടെ സ്ഥാനത്ത് 10 പൈ. കെയുടെ സ്ഥാനത്ത് 10 പൈ. ശരിയല്ലേ? സോ ഒമേഗയുടെ സ്ഥാനത്ത് എന്താണ്? ഒമേഗ ഈസ് 50 പൈ ബൈ കെയുടെ സ്ഥാനത്ത് എന്താണ്? 10 പൈ. സോ യു ഗോട്ട് 50 by 10 ഈസ് 5 meter per second. So velocity is 5 meter per second. So you got the third answer as right. So speed of the wave is 5 meter per second. Next, wavelength is 0.3 meter എന്നാണ് പറഞ്ഞേക്കുന്നത്. Wavelength 0.3 meter എന്നാണ്. So wavelength. So how to find wavelength? Wavelength of the wave lambda is equal to 2 pi by k. പഠിച്ചിട്ടുണ്ട്. 2 pi by k. Wavelength lambda equals 2 pi by k. So 2 pi by k. Kയുടെ വാല്യൂ എത്രയാണ്? 10 pi. So 2 by 10 is 1/5. 1/5 എത്രയാ? 1/5 is 0.2 meter. 0.2 meter. So 0.3 meter എന്നാണ് പറഞ്ഞേക്കുന്നത്. So the wavelength is 0.2 meter. So നിങ്ങൾക്ക് ഈ ചോദ്യം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ നോഡ്, ആൻറ്റിനോഡ്, സ്പീഡ് ഓഫ് ദി വേവ്, വേവ് ലെങ്ത്, ഇങ്ങനത്തെ കാര്യങ്ങൾ, നിങ്ങളോട് ഫ്രീക്വൻസി ചോദിക്കാം, ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചോദിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാവും. സോ ഒരു ജനറൽ സ്റ്റാൻഡിങ് വേവിൻ്റെ ഇക്വേഷൻ തന്നിട്ട് അതിനകത്ത് നിന്ന് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ, അതിനകത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. സോ ലാംഡ ഈക്വൽ ടു 2 pi by k എന്നും വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ ബൈ കെ എന്നും, എപ്പോഴാണ് ഒരു നോഡ് ഉണ്ടാകുന്നത് എന്നും, എപ്പോഴാണ് ഒരു ആൻറ്റി നോഡ് ഉണ്ടാകുന്നത് എന്നും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. സോ ആ സ്റ്റാൻഡിങ് വേവിൻ്റെ ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചോദ്യം അതിനകത്തുനിന്ന് ഉണ്ടാവാം. ഓക്കെ. So I hope this is very clear to you. So we are moving on to the next one. See, next question. The extension of a string obeying Hooke's law is x. The speed of a sound in the stretched string is v. If the extension in the string is increased to 1.5x, the speed of the sound would be. So
നിങ്ങൾക്ക് വേവ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വരാവുന്ന ഒരു ചോദ്യമാണിത്. സ്പീഡ് ഓഫ് ദി സൗണ്ട് ഇൻ എ സ്ട്രിങ്, സ്പീഡ് ഓഫ് ദി സൗണ്ട് ഇൻ എയർ, അങ്ങനത്തെ കാര്യങ്ങൾ, സ്പീഡ് ഓഫ് ദി സൗണ്ട് ഇൻ എയർ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പല ഫാക്ടറുകൾ, ഹ്യൂമിഡിറ്റി കൂടുതലുണ്ടെങ്കിൽ വെലോസിറ്റി കൂടുവോ കുറയുവോ പഴയതുപോലെ നിൽക്കുവോ, അങ്ങനത്തെ പല ചോദ്യങ്ങൾ. തണുപ്പ് കൂടിയാൽ, അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടിയാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ, വെലോസിറ്റി ഓഫ് സൗണ്ട്, ഡോപ്ലർ എഫക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ പഠിച്ചുകൊണ്ട് പൊക്കോണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ എക്സ്റ്റൻഷൻ ഓഫ് എ സ്ട്രിങ് ഒബൈയിങ് ഹുക്സ് ലോ ഈസ് എക്സ്. സോ നിങ്ങൾക്കറിയാം ഹുക്സ് ലോ പറയുന്നത് എന്താണ്? The restoring force is proportional to the displacement. The restoring force is directly proportional to displacement. So ഇതിനെയാണ് നമ്മൾ proportionality sign മാറ്റി FR, the restoring force is equal to Kx എന്ന് എഴുതുന്നത്. So this is the Hooke's law. So the extension of a string by Hooke's law is X. So the speed of the sound in the stretched string is V. And if the extension in the string is increased to 1.5x, the speed of the sound would be. അപ്പം സ്ട്രിങ് 1.5 ടൈംസ് വലിച്ചു നീട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഉള്ളതിനേക്കാൾ 1.5 1.5 ഇരട്ടി വലിച്ചു നീട്ടി. അങ്ങനെയാണ് എങ്കിൽ വാട്ട് വിൽ ബി ദ സ്പീഡ് ഓഫ് ദി സൗണ്ട്? ഓക്കെ, സോ നമുക്കറിയാം ഓൾസോ ദ വെലോസിറ്റി ഓഫ് എ സൗണ്ട്, in a stretched string, velocity of a sound in a stretched string, velocity V is equal to under root T by M, where T is the tension in the string and M is the mass per unit length. Mass alla, mass density, mass per unit length. T is the tension, എഴുതി വെച്ചോണം. T is the tension and M is the mass per unit length. Okay, so velocity V is equal to under root T by M. So ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ you can call it as the restoring force itself. Tension is also force. So tension എന്ന് പറഞ്ഞാൽ tension is away from the body. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കൊണ്ട് the tension is the same as the restoring force itself. നമ്മൾ വലിച്ചു നീട്ടുന്നത് കൊണ്ട് അവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ restoring force, the force which is directing to എന്താണ് നേരത്തെ ഉണ്ടായിരുന്ന ഫോമിലേക്ക് ഇതിനെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോഴ്സിനെയാണ് restoring force. So that will act as the tension. Okay, so the tension is the restoring force itself. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ അങ്ങനെയാണ് എങ്കിൽ ആദ്യത്തെ വെലോസിറ്റി, the velocity V is proportional to root T, അല്ലേ? velocity V is proportional to root T. So ആദ്യം and V prime. So V by V prime is equal to എന്ത് വരും? T by 1.5 അല്ലേ? 1.5T, T by 1.5T അല്ലേ? 1.5 ഇരട്ടി. ആദ്യം ഉണ്ടായിരുന്ന T ടെൻഷൻ, രണ്ടാമത് വന്നപ്പോഴത്തേനും 1.5T ആയി. സോ T and 1.T ക്യാൻസൽസ്. ആൻഡ് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? V prime equals V into under root 1.5. V into under root 1.5. So root 1.5 എന്ന് പറഞ്ഞാൽ എത്രയാ? root 1.5 1.2 something. So V prime equals 1.22 V. V prime equals 1.22 V. സോ ആദ്യം V വെലോസിറ്റി ഉണ്ടായിരുന്നു. സ്ട്രെച്ചിങ് കൂടിയപ്പോൾ ടെൻഷൻ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? അത് 1.22 ടൈംസ് V ആയിട്ട് മാറി. ഓക്കെ, സോ ദ വെലോസിറ്റി
ഇൻക്രീസസ്. സോ ഒരു സ്ട്രിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ കൂട്ടിയാൽ ദ വെലോസിറ്റി ഓഫ് ദ സൗണ്ട് ഇൻ ദാറ്റ് സ്ട്രെച്ച്ഡ് സ്ട്രിങ് വിൽ ഇൻക്രീസ്. ഓക്കെ, സോ എത്ര കണ്ട് കൂടുമെന്ന് ചോദിച്ചാൽ റൂട്ട് ഓഫ് ദ എക്സ്റ്റൻഷൻ, റൂട്ട് ഓഫ് ദി എക്സ്റ്റൻഷൻ. ഇപ്പം 1.5 ടൈംസ് കൂട്ടി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1.5. ആദ്യമുള്ളത് 1 ആണ് എങ്കിൽ രണ്ടാമത്തേത് അതിൻ്റെ എത്ര ഇരട്ടിയായി എന്നുള്ളത് നോക്കിയാൽ മതി. സോ റൂട്ട് ഓഫ് 1.5 ചെയ്താൽ നിങ്ങൾക്ക് 1.22 കിട്ടും. അത്രയും ടൈംസ് വെലോസിറ്റി കൂടും. ഓക്കെ, സോ ഇതും മനസ്സിലായി എന്ന് കരുതുന്നു. ഈസ് ഇറ്റ് ക്ലിയർ? ഇപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് വെലോസിറ്റി v is equal to under root t by m എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കണം. ആൻഡ് റിമെമ്പർ ദ ടെൻഷൻ ഈസ് ദ റിസ്റ്റോറിങ് ഫോഴ്സ് ഇറ്റ് സെൽഫ് ആൻഡ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ഇവിടെ, വെറും മാസ് അല്ല, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇത് മനസ്സിലായോ? ഈ പ്രോബ്ലം മനസ്സിലായി എന്ന് കരുതുന്നു. സിമ്പിൾ അല്ലേ? സി ദ നെക്സ്റ്റ് വൺ. ഞാൻ മുമ്പേ പറഞ്ഞത് നമ്മുടെ ഡോപ്ലർ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട 9 കേസുകളുണ്ട്. ഡോപ്ലർ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട 9 കേസുകളാണുള്ളത്. അപ്പോൾ സോഴ്സിനെയും ഒബ്സർവറിനെയും വെച്ചുകൊണ്ട് സോഴ്സ് മൂവ് ചെയ്യുന്നു, സോഴ്സ് ഒബ്സർവറിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു, സോഴ്സ് ഒബ്സർവറിൽ നിന്ന് അകലേക്ക് മൂവ് ചെയ്യുന്നു, പിന്നെ ഒബ്സർവർ മൂവ് ചെയ്യുന്നു, ഒബ്സർവർ സോഴ്സിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു, ഒബ്സർവർ സോഴ്സിൻ്റെ അവിടുത്തെ നിന്ന് അകലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ 6 എണ്ണമായി. പിന്നെ സോഴ്സും ഒബ്സർവറും തമ്മിലുള്ള റിലേറ്റീവ് മോഷനെ വെച്ചും ഇതുപോലെ 3 എണ്ണം. അങ്ങനെ 3, 3, 6, 3, 9 കേസുകളാണ് നമുക്ക് ഡോപ്ലർ എഫക്റ്റിൽ വരുന്നത്. ആ 9 കേസിൻ്റെയും ഫോർമുല പഠിച്ചു വെക്കണം. അത് ജനറലി ഒരൊറ്റ ഫോർമുല പഠിച്ചെന്നാൽ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് 9 എണ്ണവും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, സോ നമ്മുടെ പഴയ ക്ലാസ്സുകളിൽ ഒരു വീഡിയോയിൽ ഞാനത് 9 കേസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ വീഡിയോ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് നോക്കിയാൽ നല്ലതാണ്. 9 കേസുകളും ഒരു ടേബിൾ ഫോമിൽ 9 കേസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കുന്നത് നല്ലതാണ്. സോ നോക്കിയേ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ. എ വിസിൽ ബീയിങ് ബ്ലോൺ അറ്റ് 450 ഹെർട്സ് ഫ്രീക്വൻസി അപ്രോച്ചസ് എ സ്റ്റേഷനറി ഒബ്സർവർ അറ്റ് എ സ്പീഡ് ഓഫ് 33 meter per second. The frequency heard by the observer if the velocity of sound in air is taken to be 330 meter per second is. അതായത് ഒരു സോഴ്സ് 33 meter per second വെലോസിറ്റിയിൽ എൻ്റെ അടുത്തേക്ക് വരികയാണ്, ഒരു വിസിൽ ബ്ലോ ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അങ്ങനെയാണോ എങ്കിൽ വാട്ട് ഈസ് ദ അപ്പാരൻറ്റ് ഫ്രീക്വൻസി ഹേർഡ് ബൈ മീ ഇഫ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് ഇൻ എയർ ഈസ് 330 meter per second. So here what is the speciality? Here the speciality is what? The observer is stationary. Observer is stationary and the source moves towards the observer. The source moves towards the observer. So that is the case. So നമുക്കറിയാം, നമുക്ക് generally the apparent frequency equals original frequency into v minus VO divided by v minus or plus or minus VO divided by v plus or minus VS. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഈ ജനറൽ ഇക്വേഷനാണ് നമ്മൾ 9 എണ്ണമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. സോ അത് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. സോ V ഈസ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ, VO ഈസ് ദ ഒബ്സർവേഴ്സ് വെലോസിറ്റി ആൻഡ് VS ഈസ് ദ സോഴ്സ് വെലോസിറ്റി ആൻഡ് FA ഈസ് ദ അപ്പാരൻറ്റ് ഫ്രീക്വൻസി, FO ഈസ് ദ ഒറിജിനൽ ഫ്രീക്വൻസി. അപ്പോൾ അത്രയാണ് അതിനകത്തെ ടേമുകൾ. അപ്പോൾ നോക്കുക, ദ ഒബ്സർവർ ഈസ് സ്റ്റേഷനറി മീൻസ് VO ഈസ് ഈക്വൽ ടു 0 ആൻഡ് ദ സോഴ്സ് മൂവ്സ് ടുവേർഡ്സ് ദ ഒബ്സർവർ. സോ അവിടെയാണ് നമുക്ക് ആ റിലേറ്റീവ് പ്ലസ് ആണോ മൈനസ് ആണോ അത് ആ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സോ നോക്കുക,
So here FA, the apparent frequency heard by the observer is equal to the original frequency into V, because VO is 0 divided by it is moving towards the observer. So velocity of sound ഇങ്ങോട്ടാണ്, സോഴ്സ് മൂവ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണ്. രണ്ടും സെയിം ഡയറക്ഷനിലാണ് എങ്കിൽ വാട്ട് ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി? വി മൈനസ് വി എസ്. വി മൈനസ് വി എസ്. രണ്ടും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദ റിലേറ്റീവ് വെലോസിറ്റി ഈസ് വി മൈനസ് വി എസ്. സോ എഫ് എ ഈക്വൽസ് എഫ് ഒ ഇൻറ്റു വി മൈനസ് വി എസ്. നോക്കിയേ, എഫ് ഒ വാട്ട് ഈസ് ദ ഒറിജിനൽ ഫ്രീക്വൻസി? 450 ഇൻറ്റു this is velocity of sound in air is 330 divided by 330 minus 33. 330 minus 33. ഇനി നോക്കുക. So 330 minus 33 is approximately 300. So 300 അപ്പോൾ അത് 11 ആവും. So 450 into 11 it is approximately 500 hertz. Approximately 500 hertz. So the frequency heard by the observer is 500 hertz. അപ്പം നമ്മുടെ അടുത്തു നിന്നും ഒബ്സർവറിൻ്റെ അടുത്തു നിന്നും അകലേക്ക് പോവുകയാണെങ്കിൽ the apparent frequency will be lesser than the original frequency. അടുത്തേക്ക് വരുമ്പോൾ the apparent frequency appears to be higher than the original frequency. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ ഡോപ്ലർ എഫക്റ്റ് സീരിയസ് ആയിട്ട് എടുക്കുക. അതിൽ ഏത് കേസ് എടുത്തിട്ടാണ് അവർ ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. സോ അതിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അത് പഠിച്ചിട്ട് പോവുക. 9 കേസ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ആ ജനറൽ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ആണോ, വെലോസിറ്റി സോഴ്സ് ആണോ, വെലോസിറ്റി ഒബ്സർവർ ആണോ, അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി എന്താണെന്നൊക്കെ നോക്കിയിട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് 9 കേസും മണി പോലെ നമുക്ക് എഴുതാൻ പറ്റും. then it will be very easy. Okay, so അത് നോക്കുക. സോ ഐ ഹോപ്പ് ദിസ് ഈസ് വെരി ക്ലിയർ. ഇത് മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? ഇക്വേഷൻ പഠിക്കുക, ചെയ്യുക. ഓക്കെ, സോ ഡോപ്ലർ എഫക്റ്റ് മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓസിലേഷൻസ്, വേവ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഈ 2 ചോദ്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും സാധ്യതയുള്ളത്. ഓക്കെ, നോക്കുക. നെക്സ്റ്റ്, the refractive index of water is 5/3. A light source is placed in water at a depth 4 meter. What must be the minimum radius of a disc placed on water surface so that the light of the source can be stopped? So ഞാനൊരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ പാത്രത്തിൻ്റെ അടിയിൽ ഞാനൊരു ബൾബ്, ഒരു LED ബൾബ് കൊണ്ട് കത്തിച്ച് വെച്ചു. എന്നിട്ട് 4 മീറ്റർ താഴ്ചയിൽ ഞാൻ LED ബൾബ് കത്തിച്ച് വെച്ചു. അപ്പോൾ എനിക്കൊരു ഡിസ്ക് ഉണ്ട്, എൻ്റെ കയ്യിൽ ഒരു CD ഉണ്ടെന്ന് കരുതിയുള്ളൂ. ഒരു ഡിസ്ക് ഉണ്ട്, ഒരു ഡിസ്ക്. എന്നിട്ട് ആ ഡിസ്ക് ഞാൻ ആ ലൈറ്റ് സോഴ്സിൻ്റെ മുകളിലായിട്ട് ഞാൻ വെക്കും. അപ്പം വെക്കുമ്പോൾ എനിക്ക് ഒരു കഷ്ണം ഒരു തുള്ളി ലൈറ്റ് പോലും എനിക്ക് പുറത്തേക്ക് വരരുത്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ ആ പാത്രം മുഴുവൻ അടച്ച് വെക്കരുത്. അങ്ങനെ വെച്ചാൽ ഒരു ലൈറ്റും പുറത്തേക്ക് വരില്ല. അല്ലാതെ there will be a minimum radius for that disk in such a way that the light won't escape from the water surface. ആ മിനിമം റേഡിയസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ തിയറി എന്ന് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ മനസ്സിലായോ? അതായത് ലൈറ്റ് പുറത്തേക്ക് വരാതെ സർഫസിൽ കൂടി അങ്ങ് പോയാൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ കണ്ടീഷനായി അല്ലേ? സർഫസ് അകത്തേക്ക് തന്നെ തിരിച്ചു പോയാൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനായി അല്ലേ? അപ്പോൾ പുറത്തേക്ക് വന്നാലേ അത് റിഫ്ലക്ഷനും ഒക്കെ ആയി വരുന്നുള്ളൂ. സോ പുറത്തേക്ക് വരാതെ സർഫസിൽ കൂടി ഗ്രേസ് ചെയ്ത് പോകാൻ എനിക്ക് എത്ര മിനിമം റേഡിയസ് വേണം, എൻ്റെ ഡിസ്കിന് എത്ര മിനിമം റേഡിയസ് വേണം എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇവിടുത്തെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്.
സോ നോക്കുക, ഇതാണ് എൻ്റെ വാട്ടർ സർഫസ്. ഇത് 4 മീറ്റർ താഴ്ചയുണ്ടെന്ന് കരുതുക. അപ്പോൾ ഞാൻ എൻ്റെ ലൈറ്റ് സോഴ്സ് ഞാൻ ഇവിടെയാണ് വെച്ചേക്കുന്നത്. സോ എനിക്ക് ലൈറ്റ് ഇങ്ങനെ പോകാം. സോ ദിസ് ഈസ് മൈ ഡിസ്ക്. ഇതാണ് എൻ്റെ ഡിസ്ക്. സോ ലെറ്റ് ദിസ് ബി എ ആൻഡ് ദിസ് ബി ബി ആൻഡ് സോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എസ്. സോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എസ്. അത് എച്ച് ഹൈറ്റ് താഴ്ചയിലാണ് വെച്ചിരിക്കുന്നതെന്ന് കരുതുക. എച്ച് ഹൈറ്റ് താഴ്ചയിലാണ് വെച്ചിരിക്കുന്നത്. സോ ലൈറ്റ് ഇങ്ങനെ വരാം. ഇങ്ങനെ വരുമ്പോൾ അത് എനിക്ക് ഇതിലെ കൂടെ വാട്ടർ സർഫസിൽ കൂടെ ഗ്രേസ് ചെയ്ത് വേണം പോകാൻ. സോ ദിസ് ബി സം തീറ്റ സി, സം ക്രിട്ടിക്കൽ ആംഗിൾ. അറ്റ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോൾ ദ ലൈറ്റ് റേ വോണ്ട് come out from one medium to another medium. It will graze through the surface separating the two media. നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2 മീഡിയങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സർഫസിൽ കൂടി ഗ്രേസ് ചെയ്ത് പോകും. അതിൽ പാരലായിട്ട് അങ്ങ് പോകും. ആ സർഫസിൽ കൂടി എങ്ങനെ അങ്ങ് പോകും എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അതാണ് നമ്മുടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ത്രഷോൾഡ്. തീറ്റ സിയേക്കാൾ കൂടിയാൽ അകത്തേക്ക് തന്നെ തിരിച്ചു പോകും. അറ്റ് തീറ്റ സി ഇറ്റ് വിൽ ഗ്രേസ് ത്രൂ ദ സർഫസ്. അത് പഠിച്ചിട്ടില്ലേ, കുഞ്ഞുനാൾ നമ്മൾ പഠിച്ചതാണ്. സോ ഇവിടെ വരുന്നത്, സോ ദിസ് ഈസ് ഓൾസോ തീറ്റ സി അല്ലേ. ഇത് രണ്ടും പാരലൽ ലൈനാണ്. സോ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. സോ തീറ്റ സി ആൻഡ് തീറ്റ സി. സോ ദാറ്റ് മീൻസ് ദ ലൈറ്റ് ഫ്രം ദ സോഴ്സ്, will not come out. The light from the source will not come out if the angle of incidence, is greater than the critical angle, is greater than the critical angle. Is greater than the critical angle. That means I should be greater than theta c. Angle of incidence I should be greater than theta c. അറിയാമല്ലോ കാര്യം. സോ I should be greater than theta c. ഇനി നോക്കുക, ഇവിടെ ഇതൊരു ട്രയാങ്കിളാണ്. SAB എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളാണ്. ഫ്രം ദ ട്രയാങ്കിൾ SAB, ഫ്രം ദ ട്രയാങ്കിൾ SAB, വാട്ട് ഈസ് ടാൻ തീറ്റ സി? What is tan theta c? What is tan theta c? Tan theta c is ഇതെൻ്റെ ഡിസ്ക്കാണ് അല്ലേ. ഡിസ്ക്കാണ്. ഡിസ്കിൻ്റെ റേഡിയസ്, ഡിസ്കിൻ്റെ സൈസ് 6 ആണെന്ന് ഇരിക്കട്ടെ. ഡിസ്കിൻ്റെ റേഡിയസ് 6 ആണ്. ഇങ്ങോട്ടൊരു ഡിസ്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് ഡിസ്കിൻ്റെ റേഡിയസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് ഡിസ്കിൻ്റെ നടുഭാഗമാണ് എ. ഇങ്ങോട്ടേക്കും ഉണ്ട് ഡിസ്ക് കേട്ടോ, 6 ഇങ്ങോട്ടേക്കും ഉണ്ട്. സോ ഇഫ് ദ ഡിസ്ക് ഹാസ് എ റേഡിയസ് r, വാട്ട് ഈസ് ടാൻ തീറ്റ സി? ടാൻ തീറ്റ സി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. So tan theta c is r by h. Tan theta c is equal to r by h. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് r ആണ്. r is equal to h tan theta c. h tan theta c. r is equal to h tan theta c. നമുക്ക് അത്രയും കണ്ടുപിടിച്ചു. ഇനി വളരെ എളുപ്പമാണ്. ഇനി നമ്മുടെ സ്നെൽസ് ലോ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ എപ്പോഴും ഓർക്കുക, നമുക്കൊരു സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് പുറത്തേക്ക് വരരുത് എന്ന് പറഞ്ഞാൽ അന്നേരം വിചാരിക്കണം അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആകണമെന്നുണ്ടെങ്കിൽ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ട്രയാങ്കിളിൽ നിന്ന് ടാൻ തീറ്റ സി എടുത്തു. ടാൻ തീറ്റ സി ഈസ് ഈക്വൽ ടു r by h, വേർ r ഈസ് ഈക്വൽ ടു h ടാൻ തീറ്റ സി ആണെന്നും നമുക്ക് കിട്ടി. ഇനി നോക്കുക, സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക. സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക. സ്നെൽസ് ലോ എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നമ്മുടെ പഴയ വീഡിയോകളിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സ്നെൽസ് ലോ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സൈൻ തീറ്റ 1 ബൈ സൈൻ തീറ്റ 2 ഈക്വൽ ടു n2 ബൈ n1 അങ്ങനെ പഠിക്കരുത്. എപ്പോഴും ഓർക്കണം, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു സൈൻ ഓഫ് ദി ആംഗിൾ ഇൻ ദാറ്റ് മീഡിയം ഈക്വൽസ്
refractive index of the other medium into sine of the angle of that sine of the angle in the other medium. രണ്ട് മീഡിയങ്ങളാണെങ്കിൽ രണ്ടിനെ രണ്ടായിട്ട് കാണുക, എന്നിട്ട് ഈ പറഞ്ഞ പോലെ ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് സൈൻ തീറ്റ 1 ബൈ സൈൻ തീറ്റ 2 ഈക്വൽ ടു n2 ബൈ n1. എനിക്കത് പഠിക്കാൻ ഭയങ്കര പാടാണ്. സൈൻ തീറ്റ 2 ബൈ സൈൻ തീറ്റ 1 ആണോ, സൈൻ തീറ്റ 1 ബൈ സൈൻ തീറ്റ 2 ആണോ, ഐ ഡോണ്ട് നോ. സോ അതിന് എളുപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇപ്പോൾ നോക്കുക, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എനിക്കൊരു മീഡിയം ഉണ്ടോ എങ്കിൽ ഇങ്ങനെ, ദിസ് ഈസ് ലെറ്റ് ദിസ് ബി മീഡിയം 2 ആൻഡ് ദിസ് ഈസ് മീഡിയം 1 ആൻഡ് ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആൻഡ് ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. ഇങ്ങനെയാണ് എങ്കിൽ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 ആണ് എങ്കിൽ ഞാൻ പറഞ്ഞത് എന്താണ്, refractive index of this medium n1 into sine of the angle in this medium sin I equals refractive index of this medium n2 into sine of that medium sin R. ഇതാണ് നമ്മൾ ഈ പഠിക്കുന്ന സ്നെൽസ് ലോ. വളരെ എളുപ്പമാണ്, ഇങ്ങനെ വേണം പഠിച്ചു വെക്കാൻ. സോ ഇവിടെ സ്നെൽസ് ലോ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തേ, ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്തേ. ഇവിടെ നിങ്ങൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി വാട്ടർ മ്യൂ ആയിട്ട് എടുക്കുക. ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി വാട്ടർ മ്യൂ ആയിട്ട് എടുക്കുക. ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി എയർ 1 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി എയർ 1 ആണ്. സോ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തേ, മ്യൂ ഇൻറ്റു സൈൻ തീറ്റ സി ഈക്വൽസ് 1 ഇൻറ്റു അറ്റ് തീറ്റ സി വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഇറ്റ് ഈസ് 90 ഡിഗ്രി. സൈൻ 90 എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. സോ സൈൻ 90 ഡിഗ്രി അറ്റ് തീറ്റ സി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി 90 ഡിഗ്രി, അറിയാമല്ലോ. സോ ഇത് ഇങ്ങനെയാണ് പോകുന്നത്. സോ ദിസ് വിൽ ബി ദിസ് ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. സോ ആ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെ സൈൻ 1 ആണ്. സോ യു ഗോട്ട് സൈൻ തീറ്റ സി ഈക്വൽസ് 1 ബൈ മ്യൂ. സൈൻ തീറ്റ സി ഈക്വൽസ് 1 ബൈ മ്യൂ. സൈൻ തീറ്റ സി ഈക്വൽസ് 1 ബൈ മ്യൂ. ഇനി നോക്കുക, ഇതാണ് നിങ്ങൾക്ക് ഇത് അറിയത്തില്ലെങ്കിൽ എന്നോർത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ ഇതാണ് സൈൻ, നമ്മുടെ തീറ്റ സി എന്ന് പറയുന്നത് ഇതാണ് ആംഗിൾ, ഇതാണ് നമ്മുടെ തീറ്റ സി. സൈൻ തീറ്റ സി ഈക്വൽസ് 1 ബൈ മ്യൂ. സൈൻ എന്ന് പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ശരിയല്ലേ? ഓപ്പോസിറ്റ് സൈഡ് 1, ഹൈപ്പോട്ടന്യൂസ് മ്യൂ. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ സി ഈക്വൽ 1 ബൈ മ്യൂ വരും, ആണോ? ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, ദിസ് വിൽ ബി റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ മൈനസ് 1. ദിസ് വിൽ ബി റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ മൈനസ് 1 ആണ് ഈ സൈഡ് എന്ന് പറയുന്നത്, റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ മൈനസ് 1 അല്ലേ? അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ R ഈസ് ഈക്വൽ ടു എച്ച് ടാൻ തീറ്റ സി എന്ന് കൊടുത്തിട്ടുണ്ട്. എച്ച് ടാൻ തീറ്റ സി, ഇവിടെ നിന്ന് ടാൻ തീറ്റ സി എന്താണ്, ടാൻ തീറ്റ സി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 1 ബൈ അണ്ടർ റൂട്ട് മ്യൂ സ്ക്വയർ മൈനസ് 1. 1 ബൈ അണ്ടർ റൂട്ട് മ്യൂ സ്ക്വയർ മൈനസ് 1 എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ R ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ സി റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ മൈനസ് 1. ഇനി ഓരോന്നെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. R ഈസ് ഈക്വൽ ടു എച്ച് എത്രയാ, 4 മീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. 4 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂവിൻ്റെ വാല്യൂ എത്രയാ, 5/3. ഇറ്റ് ഈസ് 5/3. സ്ക്വയർ എന്ന് പറയുമ്പോൾ 25/9 മൈനസ് 1 അല്ലേ? സോ ഇവിടെ LCM എടുക്കുക. 25 മൈനസ് 9 ഈസ് 16. റൂട്ട് 9 എന്നുള്ളത് പറഞ്ഞാൽ മോളിൽ പോകും. സോ ഇറ്റ് ഈസ് 4 ഇൻറ്റു റൂട്ട് 9 എന്ന് പറയുന്നത് 3 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 25 മൈനസ് 16 എന്ന് പറയുന്നത് എത്രയാണ്, ഇറ്റ് ഈസ് അഗെയിൻ റൂട്ട് ഓഫ് 25 മൈനസ് 9 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റൂട്ട് 16 എന്ന് പറയുന്നത് 4 ആണ്. സോ ഇറ്റ് ഈസ് 4. സോ 4 ആൻഡ് 4 ക്യാൻസൽസ്. So radius R is equal to 3 meter. So this is the minimum radius that is required for that disc, so that no light will come out. 3 മീറ്റർ റേഡിയസ് ഉള്ള ഒരു ഡിസ്ക് ഞാൻ ആ ലൈറ്റ് സോഴ്സിൻ്റെ മുകളിൽ വെക്കുകയാണ് എങ്കിൽ ഒരു ഒറ്റ തുള്ളി ലൈറ്റ് പോലും പുറത്തേക്ക് പോകാതെ എനിക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇതാണ് ചോദ്യം. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. വേണമെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെൻ്റെ ലൈറ്റ് സോഴ്സ്. ഇത് ഡിസ്കിൻ്റെ സെൻറ്റർ, എ എന്ന് പറയുന്നത് ഡിസ്കിൻ്റെ സെൻറ്റർ. ഇത് ബി ആണ്. ഇപ്പോൾ റേഡിയസ് 6 ആണ്. സോ ദിസ് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ.
അറ്റ് ക്രിട്ടിക്കൽ ആംഗിൾ ദ ലൈറ്റ് റേ വിൽ ഗ്രേസ് ത്രൂ ദ സർഫസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കും. സോ അതാണ് പറഞ്ഞേക്കുന്നത്. ഈ ട്രയാങ്കിളിൽ നിന്നും ടാൻ തീറ്റ സി ഈസ് ഈക്വൽ ടു ആർ ബൈ എച്ച്. സോ ആർ ഈസ് ഈക്വൽ ടു എച്ച് ടാൻ തീറ്റ സി. ഒരു മണി അവിടെ കഴിഞ്ഞു. ഇനി നമ്മുടെ സ്നെൽസ് ലോ പ്രകാരം ഇവിടെ നോക്കുക. സ്നെൽസ് ലോ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു സൈൻ ഓഫ് ദി ആംഗിൾ ഇൻ ദാറ്റ് മീഡിയം, മ്യൂ ഇൻറ്റു സൈൻ തീറ്റ സി ഈക്വൽസ് ഇവിടുത്തെ വാല്യൂ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ എയർ ആയതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്, ഇൻറ്റു സൈൻ 90 അറ്റ് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി പഠിച്ചിട്ടുണ്ട്. സൈൻ 90 1 ആണ്. സോ സൈൻ തീറ്റ സി ഈക്വൽസ് 1/μ. അത് ഞാനൊരു ട്രയാങ്കിളിൽ, ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സൈൻ തീറ്റ സി എന്ന് പറയുന്നത് 1/μ എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡും മ്യൂ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസും ആകുന്നു. സോ ഇത് ഓപ്പോസിറ്റ് സൈഡ് 1, മ്യൂ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണെങ്കിൽ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഹൈറ്റ് സ്ക്വയർ. സോ റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ മൈനസ് 1 എന്ന് വന്നു. സോ ടാൻ തീറ്റ സി ഈസ് ഈക്വൽ ടു 1 ടാൻ തീറ്റ സി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ മൈനസ് 1 ആണ്. സോ അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ആർ ഈസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ മൈനസ് 1. എച്ചിന് 4 ആണ്. റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ എന്ന് പറയുന്നത് 5/3 സ്ക്വയർ എന്ന് പറയുന്നത് 25/9 മൈനസ് 1. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഐ ഗോട്ട് റേഡിയസ് ആസ് 3 മീറ്റർ. ഈസ് ഇറ്റ് ക്ലിയർ? ഇത് നിങ്ങൾക്ക് ലൈറ്റ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും വരാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. കേട്ടിട്ട് പരീക്ഷ സിമ്പിളായിട്ട് കാണരുത്. ഓരോ തവണയും അവർ ചോദ്യങ്ങളുടെ നിലവാരം കൂട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതിനെ സിമ്പിളായിട്ട് കാണരുത്. ലൈറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നല്ല നല്ല ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. നിങ്ങൾക്ക് എന്താണ് ഓരോ ലെൻസ് ഇക്വേഷനൊക്കെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല, പിന്നെ മിററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഓരോ മിററും ലെൻസിൻ്റെയും ഒബ്ജക്റ്റ് വെക്കുന്ന ഭാഗത്തിനനുസരിച്ച് ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകണം. ഓരോ ഇമേജിൻ്റെ പ്രോപ്പർട്ടി ഇൻവേർട്ടഡ് ആണോ, വെർച്വൽ ആണോ, റിയൽ ആണോ, മാഗ്നിഫൈഡ് ആണോ, അതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വേണം പോകാനായിട്ട്. പിന്നെ ഐയുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസുകൾ, അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളത്. ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൺജങ്ക്റ്റിവൈറ്റിസ് ഒന്നുമല്ല കേട്ടോ, അതൊക്കെ ബയോളജിക്കാർക്കുള്ളതാണ്. അതൊന്നുമല്ല പറയുന്നത്. നമ്മുടെ ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഷോർട്ട് സൈറ്റ് കറക്റ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുന്നു, ലോങ് സൈറ്റ് കറക്റ്റ് ചെയ്യാൻ ഏത് ലെൻസ് ഉപയോഗിക്കുന്നു, പിന്നെ സിലിണ്ടറിക്കൽ ലെൻസ് എന്താണ്, പ്ലെയിനോ കോൺവെക്സ് ലെൻസ്, പ്ലെയിനോ കോൺകേവ് ലെൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. മനസ്സിലായോ? വളരെ ഡീപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ഒരു ഭാഗമാണ് ലൈറ്റ് എന്ന് പറയുന്ന ഭാഗം. അത് മനസ്സിലായി എന്ന് കരുതുന്നു. ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ചോദ്യം. കോൺവെക്സ് ലെൻസ് ആൻഡ് എ കോൺകേവ് ലെൻസ് ഈച്ച് ഹാവിംഗ് ഫോക്കൽ ലെങ്ത് ഓഫ് 25 cm are put in contact to form a combination of lenses. The power in diopters of the combination is. ഈ ഒരു പവർ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. പവർ ഈസ് ഈക്വൽ ടു 1/f ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകണം. പവർ ഓഫ് എ ലെൻസ്, പവർ ഓഫ് കോമ്പിനേഷൻ ഓഫ് ലെൻസസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ പവർ ഓഫ് കോമ്പിനേഷൻ ഓഫ് ലെൻസാണ് ചോദിച്ചേക്കുന്നത്. സോ നോക്കുക, ഫോക്കൽ ലെങ്ത് ഇവിടെ ഒരു കോൺവെക്സ് ലെൻസും ഉണ്ട്, ഒരു കോൺകേവ് ലെൻസും ഉണ്ട്. രണ്ടിൻ്റെ ഫോക്കൽ ലെങ്ത് 25 cm ആണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ സൈൻ കൺവെൻഷനും കൂടി നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ സൈൻ കൺവെൻഷൻ എന്താണ്, കോൺകേവ് ലെൻസിൻ്റെ സൈൻ കൺവെൻഷൻ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? സോ നോക്കുക. സോ ഫോക്കൽ ലെങ്ത് ഓഫ് കോമ്പിനേഷൻ ഓഫ് ലെൻസസ്, ഫോക്കൽ ലെങ്ത് ഓഫ് combination of lenses, focal length of combination of lenses, focal length of combination of lenses. അങ്ങനെ എന്താണ് ഫോക്കൽ ലെങ്ത്? 1/f. that is a combination focal length. 1/f is equal to 1/f1 plus 1/f2. 1/f1 plus 1/f2. ഇവിടെ ഒരു കോൺവെക്സ് ലെൻസും ഒരു കോൺകേവ് ലെൻസും ആണ് ഉള്ളത്. സോ ഫോർ എ കോൺവെക്സ് ലെൻസ്, for convex lens f1 equals എത്രയാണ്? It is 25 cm.
25 centimeter. And for a concave lens, F2 equals concave lens ആണ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ കൺവെൻഷൻ ആണ്. F1 നമ്മൾ 25 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ എങ്ങനെയാണെങ്കിൽ ഇവിടെ -25 സെൻറ്റിമീറ്റർ ആണ്. So for a concave lens it is -25 centimeter. So what is the focal length of a combination? 1/f is equal to 1/25 minus 1/25. It is 0. So 1/f ആണ് 0. Sorry. So 1/f ആണ് 0. So therefore f equals 1/0. So what is 1/0? 1/0 is infinity. So the focal length is infinity. Then what is power? P is equal to 1/f. P is equal to 1/f. P is equal to 1/f എത്ര? 1/f ൻ്റെ വാല്യൂ 0 ആണ്. സോ അല്ലെങ്കിൽ 1/infinity എന്ന് പറയുന്നത് 0 ആണ്. സോ ഇറ്റ് ഈസ് 0 diopters. OD എന്ന് വായിക്കരുത്, 0 diopters. Okay. So power P is equal to 0 diopters. So it is a powerless combination. Okay. So convex ലെൻസും കോൺകേവ് ലെൻസും സെയിം ഫോക്കൽ ലെങ്ത് ഉപയോഗിച്ച് നമുക്ക് ഒരു പവർലെസ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഉണ്ടാവുക. Is it clear? So that's it. The focal length of combination of lenses, focal length അത് പഠിച്ചിരിക്കണം. പിന്നെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല, അക്കാര്യങ്ങൾ, പിന്നെ ഓരോ ലെൻസിൻ്റെയും പവർ കണ്ടുപിടിക്കാനുള്ളത്, എത്ര ഡയോപ്റ്ററാണ് എന്നുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒന്നും പഠിച്ചു പോകുന്നത് നല്ലതാണ്. എല്ലാ തവണയും പവർ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം നിർബന്ധമായിട്ടും കണ്ടിട്ടുണ്ട്. ഇത്തവണയും അതിന് മാറ്റം ഉണ്ടാകുകയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ക്ലിയർ? ഇനി നെക്സ്റ്റ്, ഇത് മനസ്സിലായല്ലോ അല്ലേ? ആ പ്രോബ്ലം വളരെ ഈസി അല്ലായിരുന്നു. ഇത് നോക്കിയേ, നമ്മൾ LPSA UPSA കോച്ചിങ്ങിന് വേണ്ടിയിട്ട് സ്പാർക്ക് H ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പം നിങ്ങൾക്ക് തീർച്ചയായും LPSA UPSA സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പം നമ്മുടെ എല്ലാ ക്ലാസ്സുകളെയും പോലെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന അതിൻ്റെ അതേ പെക്യൂലിയാരിറ്റീസ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബാച്ച് തന്നെയാണ് നമ്മുടെ സ്പാർക്ക് H ബാച്ചും. ഡെയിലി ടോപ്പിക് റിവിഷനും ഗ്രൂപ്പ് ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസർ റാപ്പിഡ് സെഷൻസും എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകളും വീക്കിലി എക്സാമുകളും അതിൻ്റെ അസസ്മെൻറ്റുകളും ഒക്കെ ആയിട്ട് നമ്മൾ സ്പാർക്ക് H ബാച്ച് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം താല്പര്യമുള്ളവർക്ക് ഈ H ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മുടെ LPSA UPSA കഴിഞ്ഞ തവണത്തെ റിസൾട്ടൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇഷ്ടംപോലെ കുട്ടികളാണ്. നമ്മൾ ഒരു സ്ലൈഡാണ് ഇതിനു വേണ്ടി വെച്ചിരിക്കുന്നത്. ഇനിയും ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ളവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തില്ല എന്നേ ഉള്ളൂ. ആദ്യം കുറച്ച് പേരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. സോ നമ്മുടെ വളരെ മികച്ച റിസൾട്ട് തന്നെയായിരുന്നു കഴിഞ്ഞ തവണത്തെ നമ്മുടെ LPSA UPSA റിസൾട്ട്. അപ്പം അടുത്ത തവണ നിങ്ങൾ ഈ ഒരു സ്ലൈഡിൽ, അടുത്ത തവണത്തെ എൻ്റെ ലൈവിൻ്റെ സ്ലൈഡിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോഴേ അഡ്വാൻസ് ആശംസയാണ്. സോ നിങ്ങൾ തീർച്ചയായും ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ ലെറ്റ് us move on to the next one. A coil of one turn is made of a wire of a certain length, and then from the same length a coil of two turns is made. If the same current is passed in both the cases, the ratio of magnetic induction at the center is. അപ്പോൾ എനിക്കൊരു വയറുണ്ട്. അപ്പോൾ ആ വയറിൽ ഞാനൊരു കോയിൽ ഉണ്ടാക്കി. ഇറ്റ് ഈസ് ഓഫ് 1 ടേൺ. ഒരു ടേണിൻ്റെ ഒരു കോയിലാണ് എനിക്ക് ഉണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ കറണ്ട് കടത്തി വിട്ടു. അപ്പോൾ കറണ്ട് കടത്തി വിടുമ്പോൾ അറിയാം, വെൻ കറണ്ട് പാസസ് ത്രൂ എ കോയിൽ ഇറ്റ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ? മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് ദ സെൻറ്റർ. Magnetic field or magnetic field induction at the center. Magnetic field induction at the center of a current carrying coil.
of a current carrying coil. Magnetic field induction at the center of a current carrying coil. B is equal to mu 0 Ni by 2R. Mu 0 Ni by 2R. B is equal to mu 0 Ni by 2R. നിങ്ങൾക്കറിയാം. So magnetic field induction at the center of a current carrying coil. B is equal to mu 0 Ni by 2R. ശരിയല്ലേ? സോ അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ ഒരു ടേൺ ഉണ്ടാക്കി. n is equal to 1. ഇപ്പോൾ n equal to 1 ആയപ്പോൾ എനിക്ക് ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടായി. അതേ സെയിം ലെങ്ത് ഉള്ള അതേ വയർ വെച്ചിട്ട് ഞാൻ 2 ടേൺ ഉള്ള അടുത്തൊരു കോയിൽ ഉണ്ടാക്കി. അങ്ങനെയാണ് എങ്കിൽ സെയിം കറണ്ട് തന്നെ പാസും ചെയ്തു. അങ്ങനെയാണെങ്കിൽ 2 ഫീൽഡുകൾ തമ്മിലുള്ള റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് ദ സെൻറ്റർ ഈസ്, അത് തമ്മിലുള്ള റേഷ്യോ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. വെറുതെ റേഷ്യോ എടുത്ത് ചെയ്യരുത്. കാരണം ഒരു ടേണും 2 ടേണും ആയി കഴിയുമ്പോൾ അതിൻ്റെ റേഡിയസൊക്കെ കോയിലിൻ്റെ റേഡിയസ് മാറാൻ സാധ്യതയുണ്ട്. സോ അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ ചെയ്ത് കാണിക്കാം. സോ ലെറ്റ് us see. B is equal to mu 0 Ni by 2R ആണ് ഇവിടെ ഉപയോഗിക്കേണ്ട ഫോർമുല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. സോ നമുക്കറിയാം, സപ്പോസ് ദ ലെങ്ത് ഓഫ് ദി വയർ ഈസ് L. Suppose the length of the wire is equal to L. L ലെങ്ത് ഉള്ള വയറാണെന്ന് ഇരിക്കട്ടെ. സോ വയറിൻ്റെ ലെങ്ത് L ആണ് എങ്കിൽ ഇത് വെച്ച് n ടേൺസ് ഉണ്ടാക്കിയാൽ n ടേൺസ് ഞാൻ ഉണ്ടാക്കിയാൽ വയറിൻ്റെ ലെങ്ത് L ആയിരിക്കുകയും ഞാൻ അതുകൊണ്ട് n ടേൺസ് ഉണ്ടാക്കുകയും ചെയ്താൽ ഒരു ടേൺ എന്ന് പറയുന്നത് റേഡിയസ് R1 ആണ്. ഒരു ടേണിൻ്റെ റേഡിയസ് R ആണെന്ന് ഇരിക്കട്ടെ, R. അപ്പം അങ്ങനെ n ടേൺസ് ഉണ്ടെങ്കിൽ 2πr ഇൻറ്റു n ആയിരിക്കും എന്ത് ലെങ്ത്. ശരിയല്ലേ? n ടേൺസ് ഉണ്ട്. n ടേൺസ് ഉള്ള ഇതേ ലെങ്ത് വെച്ച് ഞാൻ n ടേണുകളാണ് ഉണ്ടാക്കുന്നത്. ഒരു ടേണിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. ശരിയല്ലേ? ഒരു ടേണിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2πr, പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr. അങ്ങനത്തെ എത്ര പെരിമീറ്റർ കൂടി ചേർന്നാണ് എൻ്റെ n ടേൺസ് അല്ലേ? സോ L is equal to 2πr ഇൻറ്റു n. സോ ഫസ്റ്റ് കേസ് എനിക്ക് 1 ടേൺ ആണ്. സോ 2πr1 ഇൻറ്റു n1, 2πr1 ഇൻറ്റു n1. സോ അങ്ങനെയാണ് എങ്കിൽ വാട്ട് ഈസ് R1? R1 is equal to L by 2pi n1, 2pi n1. So here n1 is equal to 1, therefore R1 is equal to L by 2pi ആണല്ലോ. സോ അങ്ങനെയാണ് എങ്കിൽ അടുത്ത കേസ്, സെക്കൻഡ് കേസ്, R2 is equal to എത്ര ടേൺ ഉണ്ടാക്കിയത്? കോയിൽ ഓഫ് 2 ടേൺസ് ഈസ് മെയ്ഡ്. 2 ടേൺ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ n-ൻ്റെ സ്ഥാനത്ത് 2 ആണ്. ശരിയല്ലേ? സോ ഇൻ ദ കേസ് R2 is equal to L by 2pi n2. Here n2 is equal to 2. Therefore R2 equals L by 4pi. R2 equals L by 4pi. സോ R1 എന്ന് പറയുന്നത് L by 2piയും R2 എന്ന് പറയുന്നത് L by 4piയും ആണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? R2 equals R1 by 2 എന്നെനിക്ക് എഴുതി കൂടെ. R2 equals R1 by 2 അല്ലേ? by 2 അല്ലേ? R2 equals R1 by 2. സോ അതിൻ്റെ പണി കഴിഞ്ഞു. സോ B1 by B2 equals what is B1? mu 0 n1 എന്ന് പറയുന്നത് n1 എന്ന് പറയുന്നത് 1 ആണ്. സോ ഇറ്റ് ഈസ് mu 0 n1 ഇൻറ്റു I by 2 R1 ഡിവൈഡഡ് ബൈ mu 0 n2 എന്ന് പറയുന്നത് എന്താണ്? 2I by 2 R2 എന്ന് പറയുന്നത് എന്താണ്? R1 by 2. സോ ഇറ്റ് ഈസ് R1 by 2. ശരിയല്ലേ? സോ അങ്ങനെയാണോ എങ്കിൽ നോക്കിക്കേ, ദിസ് ഈസ് 2R1 mu 0I.
സോ നോക്കിക്കേ, വാട്ട് ഈസ് B1 by B2? B1 by B2 equals 1 by 4. So B1 by B2 equals 1 by 4. ഓക്കെ, സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 1 by 4 ആണ്. കാരണം നമ്മൾ ചിലപ്പോൾ 2 ടേൺസ് എന്നൊക്കെ പറഞ്ഞ് 1 by 2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പം തട്ടിവിടും. ഒരിക്കലും ശരിയല്ല. 1 by 4 ആണ്. B1 by B2 equals 1 by 4. ഈസ് ഇറ്റ് ക്ലിയർ? സോ അത് ശ്രദ്ധിക്കണം. നമ്മൾ ലെങ്ത്, റേഡിയസ് ഇത് തമ്മിലുള്ള ബന്ധം, ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ടോട്ടൽ റേഷ്യോ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 1 by 2 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. 1 by 2 ഓപ്ഷനിൽ കാണും. അത് നമുക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട്. സോ ഈസ് ഇറ്റ് ക്ലിയർ? സോ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. So a wire of resistance 1 ohm is stretched to double its length. The resistance of the new wire will be. എനിക്ക് 1 ohm റെസിസ്റ്റൻസ് ഉള്ള ഒരു വയർ എനിക്കുണ്ടായിരുന്നു. അതിനെ ഞാൻ വലിച്ചു നീട്ടി, സ്ട്രെച്ച്ഡ് ടു ഡബിൾ ഇറ്റ്സ് ലെങ്ത് ആക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ റെസിസ്റ്റൻസ് ഓഫ് ദ ന്യൂ വയർ വിൽ ബി, പുതിയ വയറിൻ്റെ റെസിസ്റ്റൻസ് എത്ര എന്നുള്ളതാണ് ചോദ്യം. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം R is equal to, ഇവിടെ ഉപയോഗിക്കുന്നത് R is equal to Royal by A, where Rho is the resistivity, L is the length and A is the area. So ഇവിടെ length L prime becomes 2 times the original length, അല്ലേ? 2 times the original length, and 2 times original length 2 times ആയിട്ട് വലിച്ചു നീട്ടിയപ്പോൾ area becomes half. ഏരിയ ബിക്കംസ് ഹാഫ്. അതെങ്ങനെയാണ് സംഭവിച്ചത് നോക്കുക. വെൻ ദ വയർ ഈസ് സ്ട്രെച്ച്ഡ്, വെൻ ദ വയർ ഈസ് സ്ട്രെച്ച്ഡ് ഇറ്റ്സ് വോളിയം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് വയർ സ്ട്രെച്ച് ചെയ്തു എന്ന് പറഞ്ഞ് റേഡിയസ് ആണ് കുറയുന്നത്, പക്ഷെ ലെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. സോ ദ വോളിയം ബിക്കംസ് കോൺസ്റ്റൻറ്റ്. സോ വോളിയം, ഓൾഡ് വോളിയം ഓഫ് എ വയർ എന്ന് പറയുന്നത്, എന്തായിരിക്കും? ക്രോസ് സെക്ഷണൽ ഏരിയ. ഇത് ഈ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത്. ക്രോസ് സെക്ഷണൽ ഏരിയ A ഇൻറ്റു ലെങ്ത് ആണ്. സോ വോളിയം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഓൾഡ് വോളിയം വിൽ ബി ഈക്വൽ ടു ന്യൂ വോളിയം A prime ഇൻറ്റു L prime. സോ വാട്ട് ഈസ് L prime? L prime is equal to 2 times the old length, അല്ലേ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് AL equals A prime ഇൻറ്റു 2L. So L and L cancels. So A prime becomes A by 2. എപ്പോഴും ഓർക്കുക, ഒരു വയറിനെ 2 times ആയിട്ട് വലിച്ചു നീട്ടിയാൽ ഏരിയ ഹാഫ് ആകും, ലെങ്ത് ഡബിൾ ആകും. അത്രേ ഓർക്കാനേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് വന്നത് എന്ന് ഞാൻ കാണിച്ചു എന്ന് മാത്രം, സംശയം ഉണ്ടാകരുതല്ലോ, അതുകൊണ്ട്. സോ A prime is equal to A by 2. സോ നോക്കിയേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. R is equal to rho into 2L divided by R prime is equal to rho into 2L divided by A by 2. So resistance R prime becomes Royal by A എന്ന് പറയുന്നത് 2 into 2 4. So it is 4R. So it becomes 4R. Old 1 ohm ആയതുകൊണ്ട് it becomes 4 ohm resistance. വളരെ എളുപ്പമല്ലേ? സിമ്പിൾ. R is equal to Royal by A. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ട്. ഇപ്പോൾ സീരീസ് ആയിട്ടും പാരലായിട്ടും നിങ്ങൾക്ക് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസസ് തരും. എന്നിട്ട് അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളുണ്ടാവും. അത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച്, പാരലാണോ സീരീസ് ആണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാകാതെ വേണം ചെയ്യാനായിട്ട്. അത് സൂക്ഷിച്ച് ചെയ്യുക. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്, അതിൽ നിന്നും ചോദ്യങ്ങളുണ്ടാവും. ഇതുപോലത്തെ ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അക്കാര്യങ്ങളും ശ്രദ്ധിച്ച് പോവുക. R is equal to Royal by A ആ ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. ക്ലിയർ? ഇനി masses of 3 wires of same material are in the ratio 1:2:3.
മാസിൻ്റെ റേഷ്യോ 3 വയറുകളുടെ മാസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 1:2:3 ആൻഡ് ദെയർ ലെങ്ത്സ് ആർ ഇൻ ദ റേഷ്യോ 3:2:1. ലെങ്തിൻ്റെ റേഷ്യോ 3:2:1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസസ് ഓഫ് ദീസ് വയേഴ്സ് വിൽ ഫോളോ ദ റേഷ്യോ ഓഫ്. അങ്ങനെയാണ് എങ്കിൽ ഇത് ഈ 3 വയറുകളുടെ റെസിസ്റ്റൻസുകളുടെ റേഷ്യോ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നോക്കിക്കേ, ഇവിടെയും ഉപയോഗിക്കേണ്ടത് R is equal to ρl/a തന്നെയാണ്. R is equal to ρl/a. ആൻഡ് ഇവിടെ തന്നേക്കുന്നത് എന്താണ്? മാസസ് ഓഫ് 3 വയേഴ്സ്. ഇതിൻ്റെ മാസാണ് തന്നേക്കുന്നത്. അപ്പോൾ ഈ മാസും ഇതെല്ലാം കൂടെ എങ്ങനെ ബന്ധിപ്പിക്കും എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഡെൻസിറ്റി ഇവിടെ റോ ഉള്ളതുകൊണ്ട് ഡെൻസിറ്റി ഡി ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഡെൻസിറ്റി ഡി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ മാസ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ വോളിയം എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞാൽ ഇറ്റ്സ് ക്രോസ് സെക്ഷണൽ ഏരിയ എ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെൻസിറ്റി അല്ലേ? ഇൻറ്റു മാസ് എന്ന് പറയുന്നത് മാസ് എം ഈസ് ഈക്വൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ എ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെൻസിറ്റി. സോ ഇവിടെ നിന്നും ഏരിയ എ ഈസ് ഈക്വൽ ടു നമുക്കിവിടെ ഏരിയയാണുള്ളത് അല്ലേ? ഇവിടെ ഏരിയയാണുള്ളത്. സോ ഏരിയ എ ഈസ് ഈക്വൽ ടു മാസ് ബൈ എൽ ഇൻറ്റു ഡി. മാസ് ബൈ എൽ ഇൻറ്റു ഡി അല്ലേ? സോ മാസ് ബൈ എൽ ഇൻറ്റു ഡി. ഇവിടുത്തെ ലെങ്ത് എൽ എന്ന് എഴുതിക്കോ, റോയൽ ക്യാപിറ്റൽ ആക്കിക്കോ. മാസ് ബൈ ലെങ്ത് ഇൻറ്റു ഡി എന്ന് കിട്ടി. സോ അങ്ങനെയാണ് എങ്കിൽ അവർ റെസിസ്റ്റൻസ് R is equal to റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ ഏരിയയ്ക്ക് മാസ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ഡി ആണ്. സോ ഇറ്റ് വിൽ ബി റോ എൽ സ്ക്വയർ ഡി ബൈ എം. മാസസ് ഓഫ് 3 വയേഴ്സ് ഓഫ് സെയിം മെറ്റീരിയൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 3 കേസിലും ഡെൻസിറ്റി സെയിം തന്നെ, റെസിസ്റ്റിവിറ്റി സെയിം തന്നെ. സോ അപ്പോൾ നമുക്ക് എഴുതാം റെസിസ്റ്റൻസ് ആർ പ്രപ്പോർഷണൽ ടു എൽ സ്ക്വയർ ബൈ എം. ആണ്. സോ ഇറ്റ് ഈസ് എൽ സ്ക്വയർ ബൈ എം. സോ എൽ സ്ക്വയർ ബൈ എം. സോ R1 is to R2 is to R3. R1 is to R2 is to R3 is equal to L square by M. L square ആദ്യത്തെ L square എന്താണ്? L1 square by M1 അല്ലേ? L1 square by M1 is to L2 square by M2 is to L3 square by M3 ആണ്. L3 square by M3 എന്ത് വരും? R1 is to R2 is to R3 equals L1 square എന്ന് പറയുന്നത് 3 square എന്ന് പറയുന്നത് എത്രയാണ്? 9 ബൈ അതിൻ്റെ ലെങ്ത് അതിൻ്റെ മാസ് എത്രയാണ്? 1 ഈസ് ടു L2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ബൈ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ഈസ് ടു L3 സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ ആണ് ബൈ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 3. അതിൻ്റെ മാസ് 3 ആണ്. ശരിയല്ലേ? സോ അങ്ങനെയാണ് എങ്കിൽ ഇറ്റ് വിൽ ബി എന്ത് വരും? 9:2:1/3. റേഷ്യോ നമ്മൾ ഫ്രാക്ഷൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാറില്ല. ബൈ 3 കിടക്കുന്നതുകൊണ്ട് ഇൻറ്റു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എല്ലാത്തിനെയും. സോ 9 × 3 is 27, 2 × 3 is 6:1. So 27:6:1. So resistances are in the ratio 27:6:1. Is it clear? മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം R is equal to ρl/a ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡെൻസിറ്റി ഇവിടെ മാസ് തന്നിരിക്കുന്നത് കൊണ്ട് മാസും ഈ പറയുന്ന ഫാക്ടറുകളും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. സെയിം മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നെടുത്തു. വോളിയം എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. സോ അതുകൊണ്ട് മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ ഡെൻസിറ്റി ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. അവിടെ നിന്ന് ഏരിയ എ ഈസ് ഈക്വൽ ടു മാസ് ബൈ ലെങ്ത് ഇൻറ്റു ഡെൻസിറ്റി. സോ അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി ഗോട്ട് റോ എൽ സ്ക്വയർ ഡി ബൈ എം. സോ റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ ബൈ എം. കാരണം റെസിസ്റ്റിവിറ്റി സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് റെസിസ്റ്റിവിറ്റിയും ഡെൻസിറ്റിയും സെയിം ആണ്.
അതിൽ മൂന്നിനും സെയിം ആയതുകൊണ്ട് ക്യാൻസലായി പോകും. സോ റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു L² m. സോ ഇറ്റ് ഈസ് അത് മൂന്നിടത്തും പെറുക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വി ഗെറ്റ് ദി ആൻസർ 27:6:1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? സോ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി so if the number of next one നോക്കുക, if the number of turns in primary and secondary coils of a transformer is increased to 2 times each, the mutual inductance will become. അതായത് എനിക്കിപ്പോൾ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, അതിൻ്റെ പ്രൈമറി നമ്പർ ഓഫ് ടേൺസും സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസും ഞാൻ ഡബിൾ ചെയ്തു എങ്കിൽ അതിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എത്രയാകുമെന്നുള്ളതാണ് ചോദ്യം. സോ നമുക്കറിയാം മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് ഒരേ ഒരു ഫോർമുല ഉള്ളൂ, M is equal to μ0 N1 N2 A/L. μ0 N1 N2 A/L. So where N1 and N2 are the number of turns of a primary and secondary respectively. So N1 will become 2 times and N2 will become 2 times. So it will be 4, total 4 ആവും. ശരിയല്ലേ? 4 into μ0 N1 N2 A/L. So the mutual inductance will become 4 times the original one. 4 times the original one. Very clear അല്ലേ? ഞാൻ ഈ ഫോർമുല ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ട്രാൻസ്ഫോമർ ഇക്വേഷൻ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ട്രാൻസ്ഫോമർ ഇക്വേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകുന്നത് വളരെ നല്ലതാണ്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രാൻസ്ഫോമർ ഇക്വേഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? സോ അപ്പം കുറച്ച് പ്രോബ്ലംസും കൂടിയുണ്ട്, അത് സമയക്കുറവുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. നമ്മുടെ സെറ്റിൻ്റെ 2 months ക്രാഷ്, നമ്മുടെ സെറ്റിൻ്റെ പരീക്ഷ ജൂലൈയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ 2 months ക്രാഷ് ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെറ്റിൻ്റെ റെഗുലർ കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നു. സോ അതിൻ്റെ അഡീഷണലായിട്ട് നമ്മൾ ക്രാഷ് ബാച്ചും കൂടി നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തവണ നമ്മുടെ സെറ്റ് എന്തുകൊണ്ടും ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പരീക്ഷകൾ പ്രയാസമാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു കരയ്ക്കെത്തണം. അതുകൊണ്ട് തന്നെ സെറ്റ് പരീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങണം. അപ്പോൾ നമ്മുടെ സെറ്റ് ബാച്ചിൻ്റെ ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പം ഇംഗ്ലീഷ്, മലയാളം, എക്കണോമിക്സ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, സുവോളജി, ബോട്ടണി, കൊമേഴ്സ്, പിന്നെ ജനറൽ പേപ്പർ, ഇത്രയും വിഷയങ്ങൾക്കാണ് നമ്മുടെ ബാച്ച് ഉള്ളത്. അപ്പം നല്ല വിജയമുള്ള നമ്മുടെ സെറ്റ് ബാച്ചിലേക്ക്, അതിൻ്റെ ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ഈ ഒരു ന്യൂസ് എത്തിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ചാനലിൻ്റെ കാര്യമൊന്നും മറക്കരുത്. നമ്മുടെ ആ ചാനൽ എന്താണ്, സെറ്റിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു ചാനലുണ്ട്, CC സെറ്റ് എക്സാംസ്. അപ്പോൾ ആ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ ചാനൽ മറ്റ് പരീക്ഷകളുടെ ഇടയ്ക്ക് നമ്മുടെ ഈ സെറ്റ് എക്സാമിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുങ്ങിപ്പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ CC സെറ്റ് എക്സാംസ് എന്നുള്ള ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റിൻ്റെ കഴിഞ്ഞ തവണത്തെ റിസൾട്ടുകൾ. അപ്പം ജാനുവരിയിൽ നിന്ന സെറ്റ് എക്സാം. അപ്പം ഇനിയും നമുക്ക് ഇത്രയും വിജയം പോരാ സെറ്റിന്, ഇനിയും നമുക്ക് സെറ്റിന് കൂടുതൽ വിജയം ഉണ്ടാവണം. അപ്പം ഈ സെറ്റിൻ്റെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പം പ്രധാനമായിട്ടും ഒരു കാര്യം കൂടെ അറിയിക്കാനുള്ളത്, നമ്മുടെ ഈ ഒരു ലൈവിൻ്റെ ഈ ലൈവിന് ശേഷം ഇതിൻ്റെ PDF നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ നോട്ട് ലഭിക്കാനായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ തന്നിട്ടുണ്ട്. ആ ലിങ്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്ത പ്രോബ്ലംസിൻ്റെ നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ നോട്ട് കിട്ടാനായിട്ട് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിക്കുക. ജനറൽ ആയിട്ടുള്ള ചാനലും പിന്നെ നിങ്ങളുടെ സെറ്റ് എക്സാമിൻ്റെ മറ്റ് ചാനലുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തുകൊണ്ടും ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ നാളെ K4ൻ്റെ Ktet കാറ്റഗറി 4ൻ്റെ ഫൈനൽ ടച്ചിൻ്റെ റിവിഷൻ നാളെ ഉണ്ടാവും. അത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. പിന്നെ നമ്മുടെ ഈ ഞായറാഴ്ച
K1 K2 പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി ഒരു മോഡൽ എക്സാം ഉണ്ടാകും. അപ്പോൾ ആ മോഡൽ എക്സാം എഴുതാനായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ആ ഒരു കാര്യവും കൂടി നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. പിന്നെ നമ്മുടെ യൂട്യൂബിലെ ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ മിഷൻ ഫസ്റ്റ് ബെൽ LP-UP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം എക്സാമിന് LP-UP എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും തീർച്ചയായും മിഷൻ ഫസ്റ്റ് ബെൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അതിൽ പങ്കെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇത്രയുമാണ് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഫിസിക്കൽ സയൻസിൻ്റെ എക്സാമിന് വേണ്ടി എല്ലാ വിജയാശംസകളും നേരുന്നു. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാനും കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. യാതൊരു ടെൻഷനും വേണ്ട, കൂളായിട്ട് പോയി പരീക്ഷ എഴുതുക. നിങ്ങൾ കൂടുതൽ പഠിച്ച് കുത്തിക്കയറ്റാൻ തലയിലോട്ട് കുത്തിക്കയറ്റാനൊന്നും ശ്രമിക്കേണ്ട. നിങ്ങൾ പഠിച്ചത് ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്യുക, നന്നായിട്ട് കൂളായിട്ട് പോയി പരീക്ഷ എഴുതുക. ഒരു പ്രയാസവും ഇല്ലാതെ നിങ്ങൾക്ക് K3 പരീക്ഷ ഫിസിക്കൽ സയൻസിൻ്റെ പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമായിട്ട് വരട്ടെ. നിങ്ങൾ തീർച്ചയായും ഇത് പാസ്സാവട്ടെ. എല്ലാ വിജയാശംസകളും നേരുന്നു. കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ടാവും. എല്ലാ ആശംസകളും. ഗുഡ് ബൈ. അടുത്തത് പ്രസീത. ഓക്കെ, അപ്പം നമ്മൾ ഫിസിക്സിൻ്റെ ക്ലാസ് സാറ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ വന്നേക്കുന്നത് നിങ്ങൾക്ക് കെമിസ്ട്രിയും അതേപോലെ പെഡഗോഗിയുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോകാം. എന്താണ് ദ കറക്റ്റ് സ്ട്രക്ചർ ഓഫ് 3,3-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ അല്ലെ, ഓർഗാനിക്കിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3,3-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ്റെ കറക്റ്റ് സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. വേഗം ഒന്ന് കമന്റ് ചെയ്ത് ഏതാണ് 3,3-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. നമുക്കറിയാം, ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ബ്യൂട്ടൈൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ്, 4 കാർബൺ ചെയിൻ ആണുള്ളത്. കൂടാതെ എന്താണ് എൻഡ് ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് YNE എന്നാണ് എൻഡ് ചെയ്തേക്കുന്നത് അല്ലെ. അപ്പോൾ എന്താണ് 4 കാർബൺ ഉള്ള ഒരു ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് പേര് കൊണ്ട് മനസ്സിലായി അല്ലെ. 4 കാർബൺ ഉള്ള ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ്. പിന്നെ എന്തുണ്ട്, 3,3-ഡൈമീഥൈൽ ആണ്. അതായത് മൂന്നാമത്തെ കാർബണിൽ എന്തുണ്ട്, 2 ശാഖകളുണ്ട്, 2 ബ്രാഞ്ചുകളുണ്ട് അല്ലെ. അതേതാണ്, മീഥൈൽ ആണ് അതിന്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ മീഥൈൽ ഗ്രൂപ്പ് എവിടെ വന്ന് നിൽക്കുവാണ്, മൂന്നാമത്തെ കാർബണിൽ വന്ന് നിൽക്കുകയാണ്. സോ ഇത്രയും ഡീറ്റെയിൽസ്, ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഈ പേരിൽ നിന്ന് കിട്ടുന്നത്. സോ അതിന് സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ പറയുന്നത് ഏതാണ്, അതിന് സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ പറയുന്നത് ഏതാണ്, ഒന്ന് കമന്റ് ചെയ്തേ വേഗം. ദാറ്റ് ഈസ് ആൻസർ ബി ആണ്. സോ ആൻസർ ബി ഇവിടെ നിങ്ങൾ നോക്കുക. നിങ്ങൾ ആദ്യം ഇതിനകത്തേക്ക് നോക്കുമ്പോൾ എങ്ങനെയാ വരുന്നത്, ഇതിനകത്ത് 3 കാർബൺ അല്ലേ ഉള്ളൂ മിസ് ചെയ്യുന്ന അങ്ങനെ വരും. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ഇതെന്ത് ചെയ്യുക, ഈ ബി എന്ന് പറയുന്ന സ്ട്രക്ചർ എന്ത് ചെയ്യുക, ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യുന്നത്, ദാറ്റ് ഈസ് CH3 C
C, triple bond CH, തേർഡ് കാർബണിൽ ഒരു CH3 ഗ്രൂപ്പ്. സോ ഇങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ വരുന്നത്. സോ ഇതെന്താണ്, ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോമാറ്റ് ആണ്. സോ നമുക്ക് എന്താണ്, ഇതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. സോ 3,3-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ആൻസർ ബി ആണ്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? The number of moles of hydrogen molecules required to produce 20 moles of ammonia through Haber process. ഹേബർ പ്രോസസ്സ് വഴി 20 മോൾ അമോണിയ കിട്ടാൻ നിങ്ങൾ എത്ര മോളിക്യൂൾ അല്ലെങ്കിൽ എത്ര മോൾ ഹൈഡ്രജന് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഹേബർ പ്രോസസ്സിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യണം അല്ലെ. എന്താണ് ഹേബർ പ്രോസസ്? നൈട്രജനും ഹൈഡ്രജനും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അമോണിയ മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഇതാണ് അതിൻ്റെ എന്ത്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. സോ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, 1 മോൾ നൈട്രജൻ എടുത്താൽ അതിനകത്ത് എന്ത് ചെയ്യണം, 3 മോൾ ഹൈഡ്രജനും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 2 മോൾ അമോണിയ കിട്ടുന്നത് അല്ലെ. 2 മോൾ അമോണിയ കിട്ടുന്നത്. അപ്പൊ നമ്മളോട് ഇവിടെ എത്രയാ ചോദിച്ചേക്കുന്നത്, നമുക്ക് എത്ര മോൾ അമോണിയാണ് വേണ്ടത്? 20 മോൾ അമോണിയാണ് നമുക്ക് ലഭിക്കേണ്ടത്. സോ നമ്മളോട് ചോദിച്ചേക്കുന്നത് 20 മോൾ അമോണിയയാണ്. സോ 2നെ നമ്മൾ 20 മോൾ ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 10 ചെയ്താൽ മതി അല്ലെ. 2നെ ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് 20 മോൾ കിട്ടും. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഒരിടത്ത് മാത്രമല്ല, പ്രൊഡക്റ്റ് സൈഡിൽ മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, എല്ലായിടത്തും എന്ത് ചെയ്യുക, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 10 മോൾ നൈട്രജൻ എന്നും 30 മോൾ ഹൈഡ്രജൻ എന്നും ലഭിക്കും അല്ലേ. അപ്പോൾ നമുക്ക് 20 മോൾസ് അമോണിയ ലഭിക്കുന്നതിന് വേണ്ടി എത്ര മോൾ ഹൈഡ്രജൻ ആണ് നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് 30 മോൾ ഹൈഡ്രജൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതേപോലെയുള്ള യെസ്, ജാങ്കോ ആൻസർ പറഞ്ഞിട്ടുണ്ട്, 30 മോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചില ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻസ് ഇതേപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ എഴുതണം. അതിൽ നിന്നിട്ടുള്ളതായിരിക്കും എന്ത്, നേരിട്ട് അതിൽ നിന്ന് ചോദിക്കുന്ന മോളിന്റെ കൺസെപ്റ്റ് ചോദിക്കാറുണ്ട് അതിൽ നിന്നും. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നമ്മൾ CC പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ചാനലുകൾ, വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് Ktet 1 and 2 പ്രിപ്പയർ ചെയ്യുന്നവരോ അല്ലെങ്കിൽ Ktet 3 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നാളെ K4 ഫൈനൽ ടച്ച് ആണ്. എന്തിൻ്റെ, ഹിന്ദിയുടെയും അറബിയുടെയും ഫൈനൽ ടച്ച് നടക്കുന്നുണ്ട് നാളെ. അപ്പോൾ ഇതുപോലുള്ള വിവരങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ K1 K2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് 28-ാം തീയതി സൺഡേ നമ്മളൊരു യൂട്യൂബ് മോഡൽ എക്സാം നടത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ആംഫോട്ടറിക് ഓക്സൈഡ് അല്ലെ. ആംഫോട്ടറിക് ഓക്സൈഡ് ഏതാണെന്നാണ്. അപ്പം ഇതിനകത്ത് തന്നേക്കുന്നതിലെ ആംഫോട്ടറിക് ഓക്സൈഡ് ഏതാണ്? ഓക്കെ, ആംഫോട്ടറിക് ഓക്സൈഡ് എന്താണ്? അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്, മെറ്റലിന്റെ ഓക്സൈഡുകൾ എല്ലാം എന്ത് തന്നെയാണ്, മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് നേച്ചർ ആണ്. മെറ്റലുകളുടെ ഓക്സൈഡുകൾ എപ്പോഴും എന്താണ്, ബേസിക് നേച്ചർ ആണ്, ഓർത്തിരുന്നോളുക. അപ്പം ഏതൊക്കെയാണ് മെറ്റലുകളുടെ ഓക്സൈഡുകൾ? സോഡിയം, അതേപോലെ പൊട്ടാസ്യം, ഇങ്ങനെയുള്ള മെറ്റലുകളുടെ ഓക്സൈഡുകൾ ബേസിക് നേച്ചർ ആണ്. ഇനി നോൺ മെറ്റലിന്റെ ഓക്സൈഡുകളാണെങ്കിൽ അവ എന്ത് നേച്ചർ ആയിരിക്കും? അസിഡിക് നേച്ചർ ആണ്. ഓർക്കുക, നോൺ മെറ്റൽ ആണ് ഓക്സൈഡ് എങ്കിൽ അതിനകത്ത് എപ്പോഴും എന്താണ്, അസിഡിക് ഓക്സൈഡ് ആണ്. ജാങ്കോ ആൻസർ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ആൻസർ ഈസ്
സിങ്ക് ഓക്സൈഡ് ആണ് എന്ത് ആംഫോട്ടറിക് ആയിട്ടുള്ള ഓക്സൈഡ്. നോൺ മെറ്റൽ ഓക്സൈഡുകളെല്ലാം തന്നെ എന്തായിരിക്കും അസിഡിക് നേച്ചർ ആണ്. ഏതൊക്കെയാണ് നോൺ മെറ്റൽസുകൾ? കാർബൺ മോണോക്സൈഡ്, അതേപോലെ സൾഫർ ഡയോക്സൈഡ്, ഇതൊക്കെ എല്ലാം എന്താണ് അസിഡിക് നേച്ചർ ആണ്. ഓക്കെ, ഇനി എന്താണ് ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ബേസിക് നേച്ചറും കാണിക്കും എന്ത് അസിഡിക് നേച്ചറും കാണിക്കുന്ന ഓക്സൈഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് വിളിക്കുന്നത്. ആംഫോട്ടറിക് ഓക്സൈഡുകൾക്ക് എക്സാമ്പിൾ ആണ് സിങ്ക് ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്, മഗ്നീഷ്യത്തിന്റെ ഓക്സൈഡ്, അതേപോലെ ലെഡിന്റെ ഓക്സൈഡ്, ടിന്നിന്റെ ഓക്സൈഡ്, ഇതെല്ലാം എന്താണ് ആംഫോട്ടറിക് ഓക്സൈഡുകൾക്ക് എക്സാമ്പിളുകളാണ്. അപ്പം നിങ്ങൾ ഈ ആംഫോട്ടറിക് ഓക്സൈഡുകളുടെ എക്സാമ്പിളുകൾ ഒന്ന് പഠിച്ചുകൊണ്ട് പോകുക. Al2O3 ഒക്കെ എന്താണ്? Al2 അതായത് അലൂമിനിയം എന്ന് പറയുന്നത് മെറ്റൽ ആണെങ്കിലും ചില എക്സെപ്ഷൻസ് ഉണ്ട് അല്ലെ. ആ എക്സെപ്ഷൻസിൽ പെടുന്നതാണ് ഏത്? അലൂമിനിയം, അതേപോലെ സിങ്ക്, അതേപോലെ മഗ്നീഷ്യം, ലെഡ്, ടിന്ന്, ഇതെല്ലാം എന്താണ് മെറ്റൽസ് ആണെങ്കിലും അവർ എന്ത് നേച്ചർ ആയിരിക്കും കൂടുതൽ കാണിക്കുന്നത്? ബേസിക് നേച്ചറും കാണിക്കും, അതേപോലെ തന്നെ അസിഡിക് നേച്ചറും കാണിക്കും. കാരണം ഇവരുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏകദേശം എന്താണ്? അതായത് മെറ്റലിന്റെയും നോൺ മെറ്റലിന്റെയും ഏകദേശം മിഡിൽ ആയിട്ടാണ് ഇവരുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ഈ എലമെന്റ്സുകളാണ് എന്ത് ചെയ്യുന്നത്? ആംഫോട്ടറിക് നേച്ചർ കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കൺസിഡർ ദ ഫോളോയിങ് ഇൻഫർമേഷൻ അബൌട്ട് ദി എലമെന്റ് പി ആൻഡ് ക്യൂ. ദെൻ അതിൽ പിയുടെ പീരീഡ് നമ്പറും ഗ്രൂപ്പും തന്നിട്ടുണ്ട്, അതേപോലെ ക്യൂവിൻ്റെ പീരീഡ് നമ്പറും ഗ്രൂപ്പും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്താണ്? ഈ പിയും ക്യൂവും കൂടി കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വരുവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ വാലൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നോക്കാം, പിയുടെ വാലൻസി ഐഡന്റിഫൈ ചെയ്യാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഗ്രൂപ്പ് 15 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അതിന്റെ ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാകും? NS2Np3 ആയിരിക്കും അല്ലെ. NS2Np3 എന്നായിരിക്കും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ദെൻ ക്യൂ എന്ന് പറയുന്നത് അതിന്റെ എന്താണ്? ഗ്രൂപ്പ് എത്രയാണ് തന്നേക്കുന്നത്? 2 ആണ് തന്നേക്കുന്നത്. സോ അതിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? NS2 ആയിരിക്കും. ഓക്കെ, ഇതിൽ നിന്ന് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? 15ാമത്തെ ഗ്രൂപ്പാണ്. സോ അതിന്റെ വാലൻസി എത്രയായിരിക്കും? അതിന്റെ വാലൻസി എന്ന് പറയുന്നത് പിയുടെ വാലൻസി എത്രയായിരിക്കും? 3 ആയിരിക്കും. ക്യൂയുടെ വാലൻസി എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? വാലൻസികൾ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക. അതായത് പിയുടെ വാലൻസി എവിടെ കൊണ്ട് എഴുതണം? ക്യൂയുടെ വാലൻസിയുടെ അവിടെയും ക്യൂവിന്റെ വാലൻസീസ് പിയുടെ വാലൻസിയുടെ താഴെ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? ആ രണ്ടുപേരും തമ്മിൽ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിന്റെ ഫോർമുല എന്തായിരിക്കും? പിയുടെ വാലൻസി 3 ആണ്. സോ അതെവിടെ എഴുതുക? ക്യൂവിന്റെ നേരെ താഴെ എഴുതുക, പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യാം. സോ ക്യൂയുടെ വാലൻസി P2Q3 എന്ന് കിട്ടും അല്ലെ. P2Q3 എന്ന് പറയുന്നതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? അതുമായിട്ട് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പം ഇതേപോലത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? ടെൻഷൻ അടിക്കരുത്. കാരണം എന്താണ്? ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൂ. നമ്മളൊന്ന് ചിന്തിപ്പിച്ചെടുത്തുന്ന ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ഉള്ളൂ അല്ലെ. ഇപ്പൊ നമ്മൾ ഇത് ആദ്യം കാണുമ്പോൾ ഓർക്കും ദൈവമേ ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ കോമ്പൗണ്ടിന്റെ ഫോർമുല എന്ന് ഓർക്കും. പക്ഷെ ഒന്നും ചെയ്യാനില്ല, എന്ത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി? അതിന്റെ വാലൻസി തന്നേക്കുന്ന ഡീറ്റെയിൽസിൽ നിന്നും പരസ്പരം എന്ത് എഴുതുക? വാലൻസി കണ്ടുപിടിക്കുക. വാലൻസികൾ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ആൻസർ കിട്ടും. കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല കിട്ടും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Next question, an ion which has maximum efficiency to cause coagulation of As2S3 salt അല്ലേ. ഇത് സോളുമായിട്ട് റിലേറ്റഡ് ആയത്, അതായത് കൊളോയിഡിൽ നിന്നുള്ള ഒരു പോർഷൻ ആണ്. എന്താണ് ചോദിച്ചേക്കുന്നത് ഇവിടെ? ഇത് As2S3 എന്ന് പറയുന്ന സോൾ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സോളാണ്. ഈ സോളിനെ താഴെ പറയുന്ന ഏത് അയോൺ ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ
കൊയാഗുലേഷൻ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത്. അപ്പൊ നമുക്കിവിടെ കുറെ പോസിറ്റീവ് അയോൺസുകൾ തന്നിട്ടുണ്ട്. ഏത് അയോൺ ചേർക്കുമ്പോഴാണ് കൂടുതൽ കൊയാഗുലേഷൻ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത്? അഞ്ജന ആൻസർ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് Al3+ ആണ്. Al3+ ചേർക്കുമ്പോഴാണ് കൂടുതൽ. അഞ്ജന ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഡി ആണ് ആൻസർ പറഞ്ഞേക്കുന്നത്. Al3+ എന്നാണ്. എങ്ങനെയാണ് Al3+ കിട്ടിയത്? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഹാർഡി-ഷാൾസ് റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹാർഡി-ഷാൾസ് റൂൾ എന്താ പറയുന്നത്? അതായത് ഏതൊരു സോളിനകത്തേക്കും നമ്മൾ അതിന്റെ ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കൊയാഗുലേഷൻ നടക്കും അല്ലെ. ഇപ്പൊ നെഗറ്റീവ് സോൾ ആണെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് അയോൺ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനെന്ത് സംഭവിക്കും? കൊയാഗുലേഷൻ നടക്കും. ഈ കൊയാഗുലേഷൻ വേഗത്തിൽ നടക്കണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന അയോണിന്റെ പവർ എപ്പോഴും എന്തായിരിക്കണം? ഗ്രേറ്റർ പവർ ആണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ വാലൻസി കൂടുതലാണെങ്കിൽ, ആഡ് ചെയ്യുന്ന അയോണിന്റെ വാലൻസി ഗ്രേറ്റർ ആണെങ്കിൽ കൊയാഗുലേഷനും എന്ത് നടക്കും? അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷനും എന്ത് നടക്കും? വേഗത്തിൽ നടക്കും. അപ്പൊ നമുക്ക് ഇവിടെ തന്നേക്കുന്ന എല്ലാം എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള 4 അയോൺസുകളാണ്. ഈ 4 അയോൺസുകളിൽ ഗ്രേറ്റർ വാലൻസി ഏതിനാണ് ഉള്ളത്? ഗ്രേറ്റർ വാലൻസി ഏതിനാ ഉള്ളത്? അലൂമിനിയത്തിനാണ്. അലൂമിനിയത്തിന്റെ വാലൻസി 3 ആണ്. ബാക്കിയുള്ളതിന്റെയൊക്കെ എന്താണ്? 2ഉം 1ഉം ആണ്. അപ്പൊ ഗ്രേറ്റർ വാലൻസി ആണ് നമ്മൾ ആഡ് ചെയ്യുന്ന അയോണിന്. സോ അതിന്റെ പ്രസിപ്പിറ്റേഷൻ വേഗത്തിൽ നടക്കും. അതുമായിട്ട് കൊയാഗുലേഷൻ ഹൈ ആയിരിക്കും. അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോ എന്നാണ്? ഹാർഡി-ഷാൾസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? Al3+ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following concept can explain the acidic character of BF3? BF3യുടെ അസിഡിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് ലോ ആണ്? നമ്മൾ 3 ലോസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആസിഡ് ബേസ് പഠിക്കുമ്പോൾ നമ്മൾ 3 ലോസ് പഠിക്കാറുണ്ട്. അറീനിയസ് ലോ, ലൗറി ബ്രോൺസ്റ്റഡ് ലോ, അതേപോലെ ലൂയിസ് ലോ ഒക്കെ പഠിക്കാറുണ്ട് അല്ലെ. ലൂയിസ് തിയറി ഒക്കെ പഠിക്കാറുണ്ട്. അപ്പൊ ഇതിനകത്ത് BF3യുടെ അസിഡിക് ക്യാരക്ടർ പറയുന്നത് ഏത് ലോ ആണ്? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, അഖില ആൻസർ പറയുന്നുണ്ട്. ഏതാണ്? ദാറ്റ് ഈസ് ലൂയിസ് കൺസെപ്റ്റ് ആണ് അല്ലെ. ലൂയിസ് കൺസെപ്റ്റ് ആണ്. എന്താണ് ലൂയിസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്നവരാണ് എന്ത്? ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്നവര് ബേസ് ആണ്. ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് എന്ത്? ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ആസിഡുകള് അല്ലെ. അപ്പം ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവര് ആസിഡുകളും ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്നവര് ബേസുകളുമാണ്. അപ്പം ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണ്? അമോണിയ, വാട്ടർ, OH-. ഈ കോമ്പൗണ്ടുകളെല്ലാം എന്ത് തന്നെയാണ്? ലൂയിസ് ബേസ് ആണ്. ദെൻ ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവര് ആരൊക്കെയാണ്? BF3, AlCl3, FeCl3. ഇതൊക്കെ എന്തിന് എക്സാമ്പിളുകളാണ്? ലൂയിസ് ആസിഡ് കോമ്പൗണ്ട്സുകൾക്ക് എക്സാമ്പിളുകളാണ്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ എന്താണ് അറീനിയസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? H+നെ ഡൊണേറ്റ് ചെയ്യുന്നവരാണ് എന്ത്? ആസിഡുകൾ. H+നെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ബേസ്. ഇതാണ് അറീനിയസിന്റെ തിയറി എന്ന് പറയുന്നത്. അപ്പം H2O എന്ന് പറയുന്നത് എന്താണ്? ആസിഡ് ആണ്. അറീനിയസിന്റെ കൺസെപ്റ്റില് H+നെ ഡൊണേറ്റ് ചെയ്യുന്നവരെല്ലാം തന്നെ എന്താണ്? ആസിഡുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റിൽ എന്താണ്? H+ന് പകരം അവിടെ എന്താണ്? ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നവര് എന്താണ്? പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നവര് ബേസും പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നവർ ആരായിരിക്കും? ആസിഡും ആയിരിക്കും. ഓക്കെ, നമ്മള് നെക്സ്റ്റിനകത്തേക്ക് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ കൊളോയിഡൽ സിസ്റ്റം ഹാവിംഗ് എ സോളിഡ് സബ്സ്റ്റൻസ് as a dispersed phase and a liquid as a dispersion medium is classified as. ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്പേർഷൻ മീഡിയവും ഡിസ്പേർഷൻ ഫേസിന്റെയും എന്താണ്? ഫേസുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്നും താഴെ തന്നിരിക്കുന്ന കൊളോയിഡ് ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്നാണ് ചോദിക്കുന്നത്.
ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഓക്കെ, 10 ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻസർ എന്താണ്? ആൻസർ സോളാണ് അല്ലേ? സോളാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ പറയാം. അതായത് നമ്മൾ ഡിസ്പേർഷൻ ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഓക്കെ, നമ്മുടെ ഡിസ്പേർഷൻ ഫേസ് സോളിഡും ഡിസ്പേർഷൻ മീഡിയം സോളിഡും ആണെങ്കിൽ അത്തരം കൊളോയിഡിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? സോളിഡ് സോൾ എന്നാണ് വിളിക്കുന്നത് അല്ലെ? സോളിഡ് സോൾ എന്നാണ് വിളിക്കുന്നത്. എക്സാമ്പിളുകൾ ഏതാണ്? സോളിഡ് സോളിന് എക്സാമ്പിൾ ഏതാണ്? നമ്മളുടെ കളേർഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകള്, അതേപോലെ ജെം സ്റ്റോണുകള്, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? സോളിഡ് സോളിന് എക്സാമ്പിൾ ആണ്. എന്നാൽ ഡിസ്പേർഷൻ ഫേസ് സോളിഡും ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡും ആണെങ്കിൽ അത്തരം സോളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെറും സോൾ എന്നേ വിളിക്കാറുള്ളൂ. വെറും സോൾ. സോളിന് എക്സാമ്പിൾ ആണ് ഏത്? പെയിന്റ്. സോളിന് എക്സാമ്പിൾ ഏതാണ്? പെയിന്റ് ആണ്. ഇനി ഡിസ്പേർഷൻ ഫേസ് സോളിഡ് തന്നെ, ഡിസ്പേർഷൻ മീഡിയം എന്താണ്? ഗ്യാസ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എയറസോൾ എന്ന് പറയുന്നത്. എയറസോളിന് എക്സാമ്പിൾ ആണ് ഏത്? സ്മോക്ക്. എയറസോളിന് എക്സാമ്പിൾ ഏതാണ്? സ്മോക്ക് എക്സാമ്പിൾ ആണ്. ഇനി നേരെ ഇത് തന്നെ, ഇവിടെ ഡിസ്പേർഷൻ ഫേസ് സോളിഡ് ആയിരുന്നു, ഈ മീഡിയം മാത്രമാണ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി അടുത്തത് എന്ത് ചെയ്യുക? ഡിസ്പേർഷൻ ഫേസ് എല്ലാം എന്ത് തന്നെയാണ്? ലിക്വിഡ് ആക്കുക അല്ലെ? ഡിസ്പേർഷൻ ഫേസ് ലിക്വിഡ് ആക്കുക. ദെൻ ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ് സോളിഡ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജെൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡിസ്പേർഷൻ മീഡിയം ഡിസ്പേർഷൻ ഫേസ് ലിക്വിഡും ഡിസ്പേർഷൻ മീഡിയം സോളിഡും ആണെങ്കിൽ അത്തരം കൊളോയിഡുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ജെൽ എന്ന് വിളിക്കുന്നു. ജെല്ലിന് എക്സാമ്പിൾ ആണ് കേർഡ്, ചീസ്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ജെല്ലിന് എക്സാമ്പിൾ ആണ്. ഇനി ഡിസ്പേർഷൻ ഫേസ് ലിക്വിഡ് തന്നെ, ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ് തന്നെയാണെങ്കിൽ, അതായത് ലിക്വിഡ് ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, എന്നൊന്ന് കമന്റ് ചെയ്തേ, ദാറ്റ് ഈസ് എമൽഷൻ അല്ലേ? എമൽഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്താണ് എക്സാമ്പിള്? മിൽക്ക് ആണ് അതിൻ്റെ എക്സാമ്പിള്. ദെൻ ഡിസ്പേർഷൻ ഫേസ് ലിക്വിഡും ഡിസ്പേർഷൻ മീഡിയം ഗ്യാസും ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് എയറസോൾ എന്നാണ് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് മിസ്റ്റ് അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഡിസ്പേർഷൻ ഫേസ് സോളിഡ്, ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ് അല്ലെ? ഡിസ്പേർഷൻ ഫേസ് സോളിഡ്, ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ് ആണെങ്കിൽ ദാറ്റ്സ് കൊളോയിഡ് ഈസ് നോൺ ആസ് എന്താണ്? സോൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? സോൾ ആണ് ആൻസർ എന്ന് പറയുന്നത്. ആൻസർ ഈസ് സോൾ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ തന്നിട്ടായിരിക്കും നിങ്ങളോട് അത് ഏത് ടൈപ്പ് കൊളോയിഡ് ആണ് എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കൊളോയിഡിൻ്റെ പേര് തന്നിട്ട് അതിന് എക്സാമ്പിൾ ചോദിക്കും. ഇതേപോലെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? Which of the following electronic configuration represent the element with the maximum electron gain enthalpy? അല്ലേ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതലുള്ള എലമെന്റിന്റെ കോൺഫിഗറേഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഒന്ന് വേഗം ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ആറ്റത്തിന്റെ പവറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? എനർജി റിലീസ് ചെയ്യും അല്ലെ? എമൗണ്ട് ഓഫ് എനർജി ലിബറേറ്റ് ചെയ്യും അല്ലെങ്കിൽ റിലീസ് ചെയ്യും. സോ അതുകൊണ്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ വാല്യൂ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആർക്കാണ്? ഹാലജൻസിനാണ് അല്ലെ? ഹാലോജൻസിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ. അല്ലെങ്കിൽ അടുത്തൊരു പോയിന്റ് പറയുകയാണെങ്കിൽ എന്ത് പറയാം? ഇടത്ത് നിന്നും വലത്തോട്ട് പോകുമ്പോൾ, ലെഫ്റ്റ് ടു റൈറ്റ്
across a period. Left to right across a period. ഒരു പീരീഡില് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ ഗെയിൻ വാല്യൂസ് കൂടി വരുന്നു. സോ ഹാലജൻസിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്തുകൊണ്ട്? സീറോ ഗ്രൂപ്പ്സിന് ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വന്നില്ല. സീറോ ഗ്രൂപ്പിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? പോസിറ്റീവ് ആകാൻ കാരണം എന്താണ്? അവർക്ക് ഇലക്ട്രോണിന്റെ ആവശ്യമില്ല. അവർ ഓൾറെഡി തന്നെ എന്താണ്? ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ അറ്റൈൻ ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഒരു ഇലക്ട്രോണിനെ അവരെ അക്സെപ്റ്റ് ചെയ്താൽ, മേടിച്ചാൽ അവരെന്ത് ചെയ്യും? അൺസ്റ്റേബിൾ ആകും. സോ അവരുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ബാക്കിയുള്ള എലമെന്റ്സിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ നെഗറ്റീവ് ആണ്. അതായത് ഇലക്ട്രോണിനെ ഒരു ആറ്റത്തിലോട്ട് ആഡ് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് എന്ത് കിട്ടുന്നത്? നെഗറ്റീവ് വാല്യൂസ് കിട്ടുന്നത്. ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആർക്കാണ്? ഹാലജൻസിനാണ്. സോ ഇതിൽ നിന്ന് ഹാലജൻസിന്റെ കോൺഫിഗറേഷൻ വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാന്ന് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ കിട്ടും. നോക്കാം, 1s2 2s2 2p6. അത് ഹാലജൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ വേറൊരു കുഴപ്പമുണ്ട്. ഹാലജൻസ് എന്ന് പറയുന്നത് ഏതാണ്? 17 ഗ്രൂപ്പ് എലമെന്റ് ആണ്. സോ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? ns2 np5 ആയിരിക്കും അല്ലെ? ഇവിടെ ns2 np5 എന്നുള്ള രണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട് അല്ലെ? ബിയും ഉണ്ട്, സിയും ഉണ്ട്. അതിൽ ആർക്കാണ് എന്നാണ് ചോദിക്കുന്നത്. അതിൽ ആർക്കാണ്? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ബി അല്ല അതിന്റെ ആൻസർ. ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് അതിന്റെ ആൻസർ. അതിന്റെ റീസൺ പറയാം. അതായത് നമ്മൾ ഇവിടെ നോക്കുക, ബി എന്ന് പറയുന്നതിന്റെ എലമെന്റ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. ഡി എന്ന് പറയുന്നതിന്റെ എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ക്ലോറിൻ ആണ്. അപ്പൊ നമ്മള് ഫ്ലൂറിന്റെ കേസില് രണ്ട് സബ്ഷെല്ലേ ഉള്ളൂ. അതായത് ന്യൂക്ലിയസിനോട് ചേർന്ന് രണ്ട് ഷെല്ലുകളാണ് ഉള്ളത്. എന്നാൽ ക്ലോറിന്റെ കേസുകളിൽ അതെന്താണ്? ന്യൂക്ലിയസിനോട് ചേർന്ന് ഒരു 3 ഷെല്ലുണ്ട്. അപ്പം ഈ വരുന്ന ഇലക്ട്രോണിന് എന്ത് കൂടുതലായിരിക്കും? മൂന്നാമത്തെ ഷെല്ലിൽ ഇരിക്കുമ്പോൾ, അതായത് ഇപ്പൊ രണ്ടാമത്തെ ഷെല്ലിലോട്ടാണ് ഈ വരുന്ന ഇലക്ട്രോൺ ഇരിക്കുന്നതെങ്കിൽ ഓൾറെഡി എന്താണ്? ഇവിടെ ഒരു 7 ഇലക്ട്രോൺ ഓൾറെഡി കിടപ്പുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോണും ഈ വരുന്ന ഇലക്ട്രോണും തമ്മിൽ എന്തുണ്ടാവും? ഒരു ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉടലെടുക്കുന്നത് കൊണ്ട് ഇത് എപ്പോഴും എന്തായിരിക്കും? ഫ്ലൂറിന്റെ കേസിൽ ആ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ. എന്നാൽ ക്ലോറിന്റെ കേസ് ആകുമ്പോൾ ക്ലോറിന്റെ ഈ വരുന്ന ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ ഷെല്ലിലാണ്. സോ മൂന്നാമത്തെ ഷെല്ലിന് എന്താണ്? വലിപ്പം കൂടുതലായിരിക്കും. ഇപ്പൊ ഈ വരുന്ന ഇലക്ട്രോണും അവിടെ ഉള്ള ആ ഷെല്ലില് ഇരിക്കുന്ന ഇലക്ട്രോണും തമ്മിലുള്ള ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ പൊതുവെ കുറവായതുകൊണ്ട് ഈസി ആയിട്ട് ആ ഇലക്ട്രോണിന് മൂന്നാമത്തെ ഷെല്ലില് അക്കോമഡേറ്റ് ചെയ്യാം. സോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ക്ലോറിൻ ആണ് കൂടുതൽ, ഫ്ലൂറിന് കുറവാണ്. ഒന്ന് നോട്ട് ചെയ്തിരുന്നോളുക. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂസ് ആർക്കാണ് കൂടുതൽ? ഹാലജൻസിനാണ് കൂടുതൽ. ഈ ഹാലജൻസിൽ തന്നെ ക്ലോറിൻ ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ കൂടുതൽ ദാൻ ഫ്ലൂറിൻ. ഓക്കെ. ഒരു കാര്യം, അടുത്തൊരു പോയിന്റും കൂടെ ഓർത്തിരുന്നോളാം. ഡൗൺ എ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഡൗൺ എ ഗ്രൂപ്പില് ഇലക്ട്രോൺ ഗെയിൻ വാല്യൂ എന്ത് ചെയ്യും? ഡൗൺ എ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഗെയിൻ വാല്യൂ ഈസ് ഡിക്രീസസ്. പക്ഷെ ആദ്യത്തെ 2 മെമ്പർ തമ്മിൽ എന്തായിരിക്കും? എപ്പോഴും ആദ്യത്തെ 2 മെമ്പർ, അതായത് ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും കേസിൽ ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ഡൗൺ എ ഗ്രൂപ്പിൽ ഡിക്രീസ് ചെയ്യും. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ ആർക്കായിരിക്കും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ കൂടുതൽ? ക്ലോറിൻ ആണ്. തെറ്റിച്ച് കളയരുത്. ഓക്കെ. അപ്പം ഇതേപോലെയുള്ള കൺസെപ്റ്റുകൾ നിങ്ങൾ എന്താണ്? നന്നായിട്ട് ഓർത്തിരുന്നോളുക. ഓക്കെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. അപ്പം ഡൗട്ട് ഒന്നുമില്ലല്ലോ ആർക്കും ഇതിനകത്ത് ഫ്ലൂറിൻ ആണോ ക്ലോറിൻ ആണോ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഉടനെ തന്നെ ആദ്യം എന്ത് കയറി കുത്തും നമ്മൾ, അതായത് ബി എന്ന് പറയുന്ന ഓപ്ഷൻ കയറി നമ്മൾ കുത്തും. പക്ഷെ അത് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ചെക്ക് ചെയ്തിട്ട് വേണം, അതായത് ഓപ്ഷൻസുകൾ നമ്മൾ ഒന്നാമത് ടെൻഷൻ അടിച്ചായിരിക്കും എക്സാമിന് ഇരിക്കുന്നത്. പക്ഷെ എപ്പോഴും കൂളായിട്ട് തന്നെ എക്സാം എഴുതുക. കാരണം എന്താ, ഇതേപോലെയുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് തന്ന് നിങ്ങളെ പരീക്ഷയ്ക്ക് നെഗറ്റീവിലോട്ട് കൊണ്ടുപോകും. അപ്പം അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻസ് എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ വായിച്ചിട്ട് ഉത്തരത്തിലോട്ട് പോകുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അപ്പം നിങ്ങൾ CTETന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്ക് CTETന് വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നവോദയ വിദ്യാലയങ്ങളിലും കേന്ദ്രീയ വിദ്യാലയങ്ങളിലും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ക്വാളിഫയിങ് ടെസ്റ്റ് ആണ് എന്ത് CTET എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ ഏജൻസിയാണ് CTET നടത്തുന്നത്. അപ്പോൾ ആ വിദ്യാലയങ്ങളിലോട്ടുള്ള സൈനിക സ്കൂള്, നവോദയ സ്കൂള്, കേന്ദ്രീയ വിദ്യാലയങ്ങളിലോട്ടൊക്കെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ CTETന് വേണ്ടിയിട്ട് നമ്മുടെ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുക. ഓക്കെ, next question, which of the following has a maximum number of molecules? താഴെ തന്നിരിക്കുന്നവയിൽ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ള കോമ്പൗണ്ട് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്, നമ്മൾ ഫസ്റ്റ് മോൾ എന്താന്ന്, എത്ര മോള് ഓരോ കോമ്പൗണ്ടുകളിലും എത്ര മോൾ ഉണ്ടെന്ന് ആദ്യം കണ്ടെത്തുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതേപോലെയുള്ള മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസോ അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ആറ്റംസിൽ അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡറിലൊക്കെ എഴുതാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, മോള് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. അപ്പം നമുക്കറിയാം നമ്പർ ഓഫ് മോൾ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി, ഗിവൺ വെയിറ്റിനെ എന്ത് ചെയ്താൽ മതി, മോളിക്കുലാർ വെയിറ്റ് അല്ലെങ്കിൽ അറ്റോമിക് വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. തന്നിരിക്കുന്ന വെയിറ്റിനെ ആ മോളിക്യൂളിന്റെ വെയിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അറ്റോമിക് വെയിറ്റ് കൊണ്ടോ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പൊ ആദ്യത്തെ കേസിൽ ഇപ്പൊ 7 ഗ്രാം നൈട്രജന്റെ കേസിൽ അതിനകത്തെ ഗിവൺ വെയിറ്റ് എത്രയാണ്, 7 ആണ്. ദെൻ നമുക്കറിയാം നൈട്രജൻ മോളിക്യൂൾ ആണ്. നൈട്രജൻ മോളിക്യൂളിന്റെ എന്താണ് മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 28 ആണ് അല്ലേ. ഒരു നൈട്രജന്റെ അറ്റോമിക വെയിറ്റ് 14 ആണ്. സോ 2 നൈട്രജൻ മോളിക്യൂളിന്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത് 28 ആണ്. സോ നമുക്ക് ആൻസർ 0.25 എന്ന് കിട്ടും, 0.25 മോൾ എന്ന് കിട്ടും. ദെൻ രണ്ടാമത്തെ കേസിൽ 2 ഗ്രാം ഹൈഡ്രജൻ ആണെങ്കിൽ അവിടെ എത്രയായിരിക്കും, 2 ഡിവൈഡഡ് ബൈ 2 തന്നെയായിരിക്കും അല്ലെ. ഒരു ഹൈഡ്രജന്റെ അറ്റോമിക് വെയിറ്റ് 1 ആണ്. സോ അങ്ങനത്തെ 2 ഹൈഡ്രജൻ മോളിക്യൂൾസിന്റെ മോളിക്കുലാർ വെയിറ്റ് 2. സോ ദാറ്റ് ഈസ് 1 മോൾ എന്ന് കിട്ടും. നെക്സ്റ്റ് 60 ഗ്രാം NO2, ദാറ്റ് ഈസ് ഗിവൺ വെയിറ്റ് എന്ന് പറയുന്നത് 60 ഗ്രാം. ദെൻ NO2 ആണ് ഇവിടെ തന്നേക്കുന്നത് അല്ലെ. ഒരു നൈട്രജന്റെ അറ്റോമിക് വെയിറ്റ് 14, ഓക്സിജന്റെ ആണെങ്കിൽ എത്രയാണ് 32. ദ ടോട്ടൽ ഈസ് 46. സോ ഏകദേശം 0.3 മോൾ എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് ഈസ് 60 ഗ്രാം O2, ദാറ്റ് ഈസ് ഗിവൺ വെയിറ്റ് ഈസ് 60. ദെൻ ഓക്സിജന്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 32 ആണ്. സോ ആൻസർ ഈസ് 0.5 മോൾ കിട്ടും. ഇനി നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന മോൾ ആണോ ചോദിച്ചേക്കുന്നത്, അല്ല, പകരം എന്താണ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഒരു മോൾ എന്ന് പറയുന്നതിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടാകും, 6.023 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ടാകും. അപ്പം ഇവിടെ എത്ര മോളാണോ കൂടുതലുള്ളത് അതിനകത്തായിരിക്കും എന്ത് കൂടുതലുള്ളത്, മോളിക്യൂൾസിന്റെ എണ്ണം കൂടുതലുള്ളത് അല്ലെങ്കിൽ ആറ്റത്തിന്റെ എണ്ണം കൂടുതലുള്ളത്. അപ്പം നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ് കൂടിയ മോളുള്ളത്, കൂടിയ മോളുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ ബി ആണ്, 2 ഗ്രാം H2O.
അപ്പം നിങ്ങളോട് ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുന്നത് ഇതേപോലെ എന്താണ്, ചിലപ്പോൾ ചോദിക്കുന്നത് കുറഞ്ഞ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളത് അല്ലെങ്കിൽ കുറഞ്ഞ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ള കോമ്പൗണ്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് മോൾസ്, തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ നമ്പർ ഓഫ് മോൾസ് എത്രയുണ്ടെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. സോ ആൻസർ ഈസ് 2 gram H2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതെന്താണ്, ക്വാണ്ടം നമ്പേഴ്സുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആർ ഇമ്പോസിബിൾ അറേഞ്ച്മെന്റ്? ഇമ്പോസിബിൾ അറേഞ്ച്മെന്റ് ഉള്ള ക്വാണ്ടം നമ്പർ ഇതിനകത്ത് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് 4 സെറ്റ് ക്വാണ്ടം നമ്പർ ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ് ആ 4 സെറ്റ് ക്വാണ്ടം നമ്പർ? n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, l അസിമുത്തൽ ക്വാണ്ടം നമ്പർ, then m magnetic quantum number, s spin quantum number. ഇങ്ങനെ 4 ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. അതില് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നൽകുന്ന ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സൈസിനെ കുറിച്ചും എനർജിനെ കുറിച്ചുമാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഒരു ഓർബിറ്റിന്റെ സൈസ്, എനർജി, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് ക്വാണ്ടം നമ്പറിൽ നിന്നാണ് കിട്ടുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ നിന്നാണ് കിട്ടുന്നത്. ദെൻ അസിമുത്തൽ ക്വാണ്ടം നമ്പറിൽ നിന്നാണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഷേപ്പ് ആണ് കിട്ടുന്നത്. ദെൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൽ എന്തെന്നാണ് നമുക്ക് കിട്ടുന്നത്? ഓറിയന്റേഷൻ ആണ് കിട്ടുന്നത്. ഓറിയന്റേഷൻ, അതായത് നമുക്കറിയാം പിക്ക് 3 ഓറിയന്റേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് PX, PY, PZ. അത്തരം ഓറിയന്റേഷനെ കുറിച്ച് ഡിനോട്ട് ചെയ്യുന്ന ക്വാണ്ടം നമ്പർ ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പറിൽ നിന്നും ഇലക്ട്രോണിന്റെ മൂവ്മെന്റിനെ കുറിച്ചാണ് നമുക്ക് കിട്ടുന്നത്. ഇലക്ട്രോണിന്റെ മൂവ്മെന്റ്, അതായത് ഇലക്ട്രോൺ എന്താണ്, അപ്വേർഡ് സ്പിൻ ആണോ അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്പിൻ ആണോ, ഓർ ഇലക്ട്രോണ് കറങ്ങുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണോ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണോ, ഇത്തരം ഫീച്ചേഴ്സ് ഒക്കെ കിട്ടുന്നത് നമുക്ക് എവിടെ നിന്നാണ്? സ്പിൻ ക്വാണ്ടം നമ്പറിൽ നിന്നാണ്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള ക്വാണ്ടം നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പം നമ്മൾ അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് പഠിച്ചു വെച്ചേക്കണം. ബൈ ഹാർട്ട് ചെയ്ത് കുറച്ച് വാല്യൂസ് പഠിച്ചു വെച്ചേക്കണം. എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് എന്ത് സബ്ഷെല്ലാണ്? എസ് എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ അതെന്താണ്? പി സബ്ഷെല്ലാണ്. 2 ആണെങ്കിൽ ഡി സബ്ഷെല്ലാണ്. 3 ആണെങ്കിൽ ദാറ്റ് ഈസ് എഫ് സബ്ഷെല്ലാണ്. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് കണ്ടെത്താം. ഇനി എമ്മിന്റെ വാല്യൂ, നമ്മൾ എല്ലിന്റെ വാല്യൂസ് ഇത്രയൊക്കെയാണ് എല്ലിന്റെ വാല്യൂസ് വരുന്നത്. ഈ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്ഷെൽ ഏതാണെന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ എമ്മിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? -L മുതൽ +L വരെ ആയിരിക്കത്തുള്ളൂ. എൽ എന്താണോ അതിന്റെ -L ഓറിയന്റേഷൻ മുതൽ +L ഓറിയന്റേഷൻ വരെയുള്ളൂ എന്ത്? എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, എല്ലിന്റെ വാല്യൂ 2 ആണ്. സോ എം എത്രയായിരിക്കും? -2 +2 ആയി, -2 മുതൽ +2 വരെ ആയിരിക്കണം. ഇവിടെ ആണെങ്കിലോ 0 ആണ്, അതിന്റെ -L വാല്യൂ 0 തന്നെയാണ്. ഇനി മൂന്നാമത്തെ കേസിലാണെങ്കിൽ എന്താണ്? എല്ലിന്റെ വാല്യൂ 2 ആണ്, പക്ഷെ ഇവിടെ നോക്കിക്കേ എമ്മിന്റെ വാല്യൂ ഇവിടെ എത്രയാ വന്നേക്കുന്നത്? -3 ആണ്. അത് പോസിബിൾ ആണോ? പോസിബിൾ അല്ല. എന്ത് മാത്രമേ പോസിബിൾ ഉള്ളൂ? -2 മുതൽ +2 വരെ പോസിബിൾ ഉള്ളൂ. ഇനി എസിന്റെ വാല്യൂസ് എപ്പോഴും എന്തായിരിക്കും? ഞാൻ പറഞ്ഞു ഓൾറെഡി, എസ് ഒന്നില്ലെങ്കിൽ +½ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? -½ ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി ആണ് നമ്മുടെ ഇമ്പോസിബിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഉള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോസിബിൾ അറേഞ്ച്മെന്റ് ആയിട്ടുള്ളത് ഏതാണ്? സി ആണ്. സോ ക്വാണ്ടം നമ്പേഴ്സിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തന്നിരിക്കുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞു എല്ലിൻ്റെ വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ക്വാണ്ടം നമ്പർ തന്നു കഴിഞ്ഞാൽ അത് ഏത് സബ്ഷനിലാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എത്ര ഓർബിറ്റൽസ് ഉണ്ടെന്ന് നമ്മളോട് ചോദിച്ചാൽ അതിൻ്റെയും ആൻസേഴ്സ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്കിപ്പ് ചെയ്ത് പോകരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സ്പെക്ട്രത്തിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. ബോർ സ്പെക്ട്രത്തിനെ കുറിച്ചാണ്, അതായത് ബോർ തിയറിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ആൻ അബ്സോർപ്ഷൻ ലൈൻ ഓഫ് ദി ലോവസ്റ്റ് ഫ്രീക്വൻസി എന്നാ ചോദിച്ചേക്കുന്നത്. ലോവസ്റ്റ് ഫ്രീക്വൻസി. അപ്പൊ നമുക്കറിയണം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്, നമുക്ക് കുറെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് അറിയാം. ആ റേഡിയേഷൻസിന്റെ ഫ്രീക്വൻസി ഓർഡറും വേവ് ലെങ്ത് ഓർഡറും എനർജി ഓർഡറും ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ ഓർഡർ പറഞ്ഞു തരാം. ദാറ്റ് ഈസ് ഗാമ റേ, എക്സ്റേ, UV ray, then visible, IR, microwave and radio wave. ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള വേവ് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഗാമ മുതൽ റേഡിയോ വേവ്സിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? എനർജിയും ഫ്രീക്വൻസിയും, എനർജി ആൻഡ് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും. ബട്ട് വേവ് ലെങ്ത് എന്ത് സംഭവിക്കും? വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഓർഡർ ആദ്യം പഠിച്ചു വെക്കുക. എന്നിട്ട് എന്താണ്? ഗാമയിൽ നിന്നും റേഡിയോ വേവ്സിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? എനർജി ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദി റേഡിയേഷൻ ഡിക്രീസസ്, ബട്ട് എന്താണ്? വേവ് ലെങ്ത് ഈസ് ഇൻക്രീസസ്. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് വേവ് ലെങ്ത് ഉള്ള റേഡിയോ വേവ് ഏതാന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് റേഡിയോ വേവ് ആണ്. ഏറ്റവും ഫ്രീക്വൻസി കൂടിയ വേവ് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ദാറ്റ് ഈസ് ഗാമ റേ ആണ്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? ചോദിച്ചേക്കുന്നത് ഇവിടെ എന്താണ്? ലോവസ്റ്റ് ഫ്രീക്വൻസി ഉള്ള വേവ് ഏതാന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഹൈഡ്രജൻ സ്പെക്ട്രത്തില് 5 ലൈൻസ് ഓഫ് സീരീസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ലൈൻ ഓഫ് സീരീസ് എന്ന് പറയുന്നത്? ലൈമാൻ സീരീസ്. എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്തത് ലൈമാൻ സീരീസ്? N1 വാല്യൂ 1 ആയിരിക്കും, N2 വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 2, 3, 4 എക്സെട്ര ആണ്. ദെൻ അടുത്തത് ബാൽമർ ആണ്. ദെൻ N1ന്റെ വാല്യൂ 2 ആയിരിക്കും, N2ന്റെ വാല്യൂ എത്രയാണ്? 3, 4, 5 എക്സെട്ര ആണ്. അതില് ലൈമാൻ സീരീസ് ഏത് റീജിയനിലാണ് കാണപ്പെടുന്നത്? UV റീജിയനിലും. ബാൽമർ സീരീസ് എവിടെയാണ് കാണപ്പെടുന്നത്? വിസിബിൾ റീജിയനിലുമാണ് അല്ലെ. ഇനി അടുത്തത് എന്ത് സീരീസുകളാണുള്ളത്? പാഷൻ ഉണ്ട്, ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെന്തുണ്ട്? ഫ്യൂണ്ട് ഉണ്ട് അല്ലെ. ഈ 3 സീരീസുകളും ഏതിനകത്താണ് കാണപ്പെടുന്നത്? IR റീജിയനിലാണ് കാണപ്പെടുന്നത്. ഈ 3 സീരീസ് ഓഫ് ലൈൻസുകളും എവിടെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? IR റീജിയനിലാണ് കാണപ്പെടുന്നത്. അതില് പാഷൻ എന്ന് പറയുന്ന സീരീസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? N എന്ന് പറയുന്നത് 3 എന്ന് പറയുന്ന ലെവലിൽ നിന്നും N2 4, 5, 6 എക്സെട്ര. ബ്രാക്കറ്റ് ആണെങ്കിലോ N1 എന്ന് പറയുന്ന വാല്യൂ 4 ആയിരിക്കും, N2ന്റെ വാല്യൂ എന്തായിരിക്കും? 5, 6, 7 എക്സെട്ര ആകാം. ഫ്യൂണ്ട് ആണെങ്കിൽ N1ന്റെ വാല്യൂ 5 ആയിരിക്കും, N2ന്റെ വാല്യൂ എത്രയായിരിക്കും? 6, 7, 8 എക്സെട്ര ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് എന്താണ്? ചോദിച്ചേക്കുന്നത് ഫ്രീക്വൻസി കുറഞ്ഞ വേവ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഫ്രീക്വൻസി കുറഞ്ഞത് ആർക്കാണ്? റൈറ്റിലോട്ട് പോകുമ്പോൾ ഫ്രീക്വൻസി കുറയും. സോ IR റേഡിയേഷൻ ആണ് ഫ്രീക്വൻസി കുറവ്. അപ്പൊ ഈ IR റേഡിയേഷനിൽ പെടുന്ന ഫാഷൻ, ബ്രാക്കറ്റ്,
ഫ്യൂ ഉണ്ട്. ഈ 3 സീരീസിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. നോക്കുക, n is equal to 1 to n is equal to 2. അത് ഏത് സീരീസ് ഓഫ് ലൈൻ ആണ്? ദാറ്റ് ഈസ് ലൈമാൻ സീരീസ് ഓഫ് ലൈൻ ആണ് അല്ലേ? ലൈമാൻ ആണ്. ദെൻ അടുത്തത് n is equal to 3 to n is equal to 8. അത് ഏതാണ്? n 3ൽ നിന്ന് 4, 5, 6 റേഞ്ചിൽ വരുന്നത് ഏതാണ്? ദാറ്റ് ഈസ് പാഷൻ ആണ്, പാഷൻ. ഇതാണെങ്കിലോ n is equal to 2 to n is equal to 1 എന്ന് പറയുന്നത് ഏതാണ്? ബാൽമർ ആണ്. ഇനി n is equal to 8 to n is equal to 3 എന്ന് പറയുന്ന ഒരു റേഡിയേഷൻ നമുക്കില്ല. സോ ഈ 3 എണ്ണത്തിനകത്ത് IR റേഡിയേഷനിൽ വരുന്നത് ഏതാണ്? ദാറ്റ് ഈസ് ബി ആണ് വരുന്നത്. കണ്ടോ, ഇവിടെ നമ്മളോട് നേരിട്ടല്ല ചോദിച്ചേക്കുന്നത്, ഫ്രീക്വൻസി കുറഞ്ഞ റേഡിയേഷൻ. അപ്പം നമ്മളോട് എന്താണ്, ഒന്ന് നമ്മൾ പഠിച്ച കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ആൻസർ എന്താണ്? ആൻസർ ബി ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് എമംഗ് ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയിലെ ഏറ്റവും ഹയസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന മെറ്റൽ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മളൊരു ഇലക്ട്രോ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പം റിയാക്ടിവിറ്റി സീരീസിൽ അതിൻ്റെ എന്താണ്, താഴത്തേക്ക് വരുംതോറും കുറേ എലമെന്റ്സുകൾ നമ്മൾ റിയാക്ടിവിറ്റി സീരീസിൽ പഠിക്കുന്നുണ്ട്. ഈ റിയാക്ടിവിറ്റി സീരീസിൻ്റെ ഹൈഡ്രജന് മുകളിലുള്ള എലമെന്റ്സ് എല്ലാം എന്താണ്? ഹൈലി റിയാക്റ്റീവ് എലമെന്റ് ആണ്. ഹൈലി റിയാക്റ്റീവ് എലമെന്റ്സുകൾ എപ്പോഴും എന്താണ്? സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്താണ് റെഡ്യൂസിങ് ഏജന്റിന്റെ പ്രത്യേകത? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അയാളാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ? ഇനി ആർക്കാണോ റിഡക്ഷൻ സംഭവിക്കുന്നത് അയാളെ എന്തായിട്ട് ആക്ട് ചെയ്യും? അയാള് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന റിയാക്ഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓക്സിഡേഷൻ എന്നും ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന റിയാക്ഷനുകളാണ് എന്ത്? റിഡക്ഷൻ എന്നും പറയുന്നത്. അപ്പം ഓക്സിഡേഷൻ ആർക്കാണോ സംഭവിക്കുന്നത് അയാൾ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. റിഡക്ഷൻ ആർക്കാണോ സംഭവിക്കുന്നത് അയാൾ എന്ത് ചെയ്യും? ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം നമ്മൾ എന്ത് പഠിക്കുക? റിയാക്ടിവിറ്റി സീരീസ് പഠിക്കുക. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം റിയാക്ടിവിറ്റി സീരീസ് എന്താണ്? ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യം, സോഡിയം, അങ്ങനെ പോകും. അത് പഠിക്കാനായിട്ടൊരു കോഡുണ്ട്. ദാറ്റ് ഈസ് PSC എക്സാമിന് പഠിക്കുന്ന മാസിൻ. PSC എക്സാമിന് പഠിക്കുന്ന മാസിൻ ടിന്നിൽ ലഡുവുമായി ഹൈഡ്രജൻ ബലൂണും കൊണ്ട് കോപ്സ് എക്സാമിന് പോയി. എന്നിട്ട് ഗോൾഡ് മെഡൽ മേടിച്ചു. ഇതാണ് നമ്മുടെ കോഡ്. അപ്പൊ കോഡ് പഠിച്ചു വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആദ്യത്തെ എലമെന്റ് ദാറ്റ് ഈസ് P ഫോർ എന്താണ്? പൊട്ടാസ്യം, S ഫോർ സോഡിയം, C ഫോർ കാൽസ്യം, then M for magnesium, A for aluminium, Z for zinc, then N for nickel, tin തന്നെ, lead, that is lead, hydrogen, copsil means copper, S for silver, then gold medal, that is gold. So ഹൈഡ്രജന് മുന്നിലുള്ള എല്ലാ എലമെന്റ്സും എന്താണ്? ഹൈലി അവരെല്ലാം എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് റിയാക്ടിവിറ്റി കൂടിയ എലമെന്റ്സുകളാണ്. അപ്പോൾ അവയ്ക്ക് എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള എബിലിറ്റിയാണ് കൂടുതൽ. സോ അവരായിരിക്കും എന്ത്? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഫസ്റ്റ് കിടക്കുന്ന എലമെന്റ്? ദാറ്റ് ഈസ് പൊട്ടാസ്യം ആണ്. സോ ദ ആൻസർ ഈസ് പൊട്ടാസ്യം. പൊട്ടാസ്യം. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് ഇനി വരുന്ന എക്സാംസുകൾ ഉണ്ടാവുക. അപ്പം നമ്മൾ കൺസെപ്റ്റുകൾ നന്നായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഈ കൺസെപ്റ്റ് എന്താണ്? അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. സോ ആൻസർ എന്താണ്? പൊട്ടാസ്യമാണ്.
ഓക്കെ, അപ്പം നമ്മൾ ഓക്കെ, അപ്പം ഇതോടെ നമ്മുടെ എന്താ കെമിസ്ട്രി ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തീർന്നു. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ക്വസ്റ്റ്യൻസ് തീർന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പെഡഗോഗി ഏരിയ ആണ്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം കെമിസ്ട്രിയും ഫിസിക്സും പോലെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് എന്ത് പെഡഗോഗി. അതിൽ എന്താണ് ഫിസിക്സിനും കെമിസ്ട്രിക്കും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾ എന്ത് കൊടുക്കുക? പെഡഗോഗിക്ക് കൊടുക്കുക. കാരണം പെഡഗോഗിക്ക് 30 മാർക്കാണ് ഉള്ളതെന്ന് നിങ്ങൾ നോക്കുക. ബാക്കി 2 സബ്ജക്റ്റിനും 25+25 വരത്തുള്ളൂ അല്ലേ? അപ്പോൾ ഒരു 5 മാർക്ക് കൂടുതലാണ് പെഡഗോഗി. അപ്പോൾ പെഡഗോഗിയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? കുറേ എന്താണ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന കുറേ ഏരിയാസുകളുണ്ട്. അപ്പോൾ ആ ഏരിയാസുകൾ നിങ്ങൾ തറവായിട്ട് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് എന്താണ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ അത്തരം ഏരിയാസ് ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫസ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് കംസ് അണ്ടർ അഫക്റ്റീവ് ഡൊമൈൻ. അപ്പം ബ്ലൂംസിന്റെ ടാക്സോണമിയിലാണ് നമ്മൾ അഫക്റ്റീവ് ഡൊമൈൻ പഠിക്കുന്നത്. അപ്പൊ ബ്ലൂംസ് ടാക്സോണമി എല്ലാവരും പഠിച്ചുകൊണ്ട് പോകുക. എന്താണ് ബ്ലൂംസ് ടാക്സോണമി? ബ്ലൂംസ് ടാക്സോണമിയിൽ 3 ഡൊമൈൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? നോളജ് ഡൊമൈൻ, അതായത് നമ്മുടെ അറിവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡൊമൈൻ ആണ് നോളജ് ഡൊമൈൻ. നമ്മുടെ വികാരവുമായി ബന്ധപ്പെട്ട ഡൊമൈൻ ആണ് എന്ത്? അഫക്റ്റീവ് ഡൊമൈൻ. നമ്മുടെ എന്താണ് സൈക്കോ മോട്ടോർ എബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കായിക പ്രധാനമായിട്ട് അതുമായിട്ട് ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത്? സൈക്കോ മോട്ടോർ ഡൊമൈൻ. ഇപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? അഫക്റ്റീവ് ഡൊമൈൻ്റെ താഴെ പറയുന്നവയിൽ ഒബ്ജക്റ്റീവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നോളജ് ഡൊമൈൻ്റെ താഴെയുള്ള ഒബ്ജക്റ്റീവ്സുകളെല്ലാം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചുകൊണ്ട് പോകണം. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? അഫക്റ്റീവ് ഡൊമൈൻ ആണ്. അപ്പം അഫക്റ്റീവ് ഡൊമൈനിൽ എന്താ പറഞ്ഞേക്കുന്നത്? അഫക്റ്റീവ് ഡൊമൈനിൽ റിസീവിംഗ് ഉണ്ട്, റെസ്പോണ്ടിങ് ഉണ്ട്, വാല്യൂയിങ് ഉണ്ട്, ക്യാരക്ടറൈസിങ് ഉണ്ട്. ദെൻ ആ പറയുന്നത് ഇപ്പം റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ക്യാരക്ടറൈസിങ്, അപ്പം അതൊക്കെയാണ് എന്തിനകത്ത് പെടുന്നത്? അഫക്റ്റീവ് ഡൊമൈനിൽ പെടുന്നത്. ബാക്കി ഇവിടെ ഇമിറ്റേഷൻ, ആർട്ടിക്കുലേഷൻ, നാച്ചുറലൈസേഷൻ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളുകളാണ്? എന്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്? അതെല്ലാം എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്? ദാറ്റ് ഈസ് സൈക്കോ മോട്ടോർ ഡൊമൈനിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ പെടുന്നതാണ് ഇമിറ്റേഷൻ, ആർട്ടിക്കുലേഷൻ, നാച്ചുറലൈസേഷൻ. സോ നമ്മളോട് ചോദിച്ചേക്കുന്നത് അഫക്റ്റീവ് ഡൊമൈനിൻ്റെ ഒബ്ജക്റ്റീവ് ആണ് ചോദിച്ചേക്കുന്നത്. സോ അഫക്റ്റീവ് ഡൊമൈനിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ക്യാരക്ടറൈസേഷൻ ആണ്. ക്യാരക്ടറൈസേഷൻ. അതേപോലെ നോളജ് ഡൊമൈനിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചുകൊണ്ട് പോകുക. നോളജ് ഡൊമൈൻ അണ്ടർസ്റ്റാൻഡ്, കോംപ്രിഹെൻഷൻ, അപ്ലൈയിങ്, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേറ്റിംഗ്, ഇതൊക്കെയാണ് നോളജ് ഡൊമൈനിൻ്റെ എന്ത്? ഒബ്ജക്റ്റീവ്സുകൾ. അപ്പം 3 ഡൊമൈൻസിൻ്റെയും ഒബ്ജക്റ്റീവ്സുകൾ എന്ത് ചെയ്തുള്ള ബൈഹാർട്ട് ചെയ്ത് പഠിച്ചുകൊണ്ട് പോവുക. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 1 പോയിന്റ് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എ സ്റ്റുഡൻറ് ഹാസ് ഡെവലപ്ഡ് ഇൻട്രസ്റ്റ് ഇൻ വാച്ചിങ് സ്റ്റാർ ഇൻ ദ സ്കൈ ത്രൂ ലേണിംഗ് സയൻസ് ദെൻ ഇറ്റ് ഇൻഡിക്കേറ്റ്. അതായത് സയൻസ് പഠിച്ച ഒരു കുട്ടി തൻ്റെ ഒഴിവ് സമയങ്ങൾ എന്ത് സംഭവിക്കുവാണ്? വാന നിരീക്ഷണത്തിൽ ഏർപ്പെടുന്നു. തൻ്റെ ഒഴിവ് സമയങ്ങൾ എന്ത് ചെയ്യുവാണ്? വാന നിരീക്ഷണത്തിലോ ഫോട്ടോഗ്രാഫിയിലോ ഒക്കെ ഏർപ്പെടുകയാണെങ്കിൽ അത് സയൻസിൻ്റെ എന്ത് വാല്യൂവിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പം അവിടെ എന്താണ്? ഒഴിവ് സമയങ്ങളാണ് അവൻ എന്ത് ചെയ്യുന്നത്? സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വിനിയോഗിക്കുന്നതെങ്കിൽ അത് എന്ത് വാല്യൂ ആണ്? ദാറ്റ് ഈസ് റിക്രിയേഷണൽ വാല്യൂ ഓഫ് സയൻസ് ആണ്. ഓക്കെ, അപ്പൊ ഫോട്ടോഗ്രാഫി ചെയ്താലും അല്ലെങ്കിൽ അക്വേറിയം ഉണ്ടാക്കിയാലും അതല്ല നിങ്ങൾ വാന നിരീക്ഷണമാണെങ്കിൽ അതൊക്കെ എന്താണ്? തൻ്റെ ഒഴിവ് സമയങ്ങളാണ് സയൻസ് അതിൻ്റെ ഇതാക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് റിക്രിയേഷണൽ വാല്യൂ ഓഫ് സയൻസ് ആണ്. ഇനി മോറൽ വാല്യൂ ഓഫ് സയൻസ് എന്താണ്? സയൻസ് ഈസ് എ പെർസ്യൂട്ട് ഓഫ് എന്താണ്? ട്രൂത്ത്. അതായത് സയൻസ് എന്ന് പറയുന്നത് സത്യത്തെ അന്വേഷിക്കുന്നു. അങ്ങനെയുള്ള ഒരു ജഡ്ജ്മെന്റ് ഒക്കെ തരുവാണെങ്കിൽ അത് എന്തിന് എക്സാമ്പിൾ ആണ്? ദാറ്റ് ഈസ് മോറൽ വാല്യൂ ഓഫ് സയൻസിന് എക്സാമ്പിൾ ആണ്. ഇനി വൊക്കേഷണൽ വാല്യൂ ഓഫ് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ +2 സയൻസ് പഠിച്ചിട്ടുള്ള കുട്ടികൾ നമ്മൾ എന്തിനു പോകുന്നു? ചിലവർ ഫാർമിസ്റ്റ് ആവുന്നു, ചിലവരെന്താണ് ഡോക്ടർ ആവുന്നു, ചിലവരെന്താവുന്നു എഞ്ചിനീയർ ആകുന്നു. ഇതൊക്കെ എന്താണ്? അവർക്ക് എന്താണ്? വൊക്കേഷൻ, അവർക്കൊരു ജോബ് കിട്ടി. സയൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് എന്താണ്? ഒരു സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് കിട്ടുവാണെങ്കിൽ ദാറ്റ് എന്താണ്? ആ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? വൊക്കേഷണൽ വാല്യൂ ഓഫ് സയൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ സ്റ്റുഡൻറ് ഈസ് free from bias and prejudice and is not superstitious, then he has developed. അതായത് അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കാതിരിക്കുന്ന ഒരു കുട്ടിയിൽ എന്ത് വാല്യൂ ആണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റീവാണ് അവനിലുള്ളത് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അന്ധവിശ്വാസങ്ങളിലൊന്നും വിശ്വസിക്കാതിരിക്കുന്ന കുട്ടികൾ എന്ത് കുട്ടികളാണ്? അവരെ നമ്മൾ എന്താ വിളിക്കുന്നത്? അവരിൽ എന്ത് ആറ്റിറ്റ്യൂഡാണുള്ളത്? സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് എപ്പോഴും എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ്? അന്ധവിശ്വാസങ്ങളിലും അല്ലെങ്കിൽ പ്രജുഡിസിലൊന്നും വിശ്വസിക്കാതിരിക്കുന്ന കുട്ടികളിൽ രൂപപ്പെടുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡാണ്. സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികളുടെ പ്രത്യേകത എന്തായിരിക്കും? അവരെപ്പോഴും എന്തായിരിക്കും? ഹോണസ്റ്റ് ആയിരിക്കും, അതേപോലെ ക്യൂരിയസ് ആയിരിക്കും. നെക്സ്റ്റ് അവരെന്താണ്? അവർ അന്ധവിശ്വാസങ്ങളിലൊന്നും വിശ്വസിക്കത്തില്ല. അവരെപ്പോഴും എന്താണ്? എന്തെങ്കിലും തെളിവിനനുസരിച്ച് മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ? കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. തിയറിയുടെ ബേസിസിൽ മാത്രമേ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളുടെ പ്രത്യേകതകൾ അവർക്ക് എന്തുണ്ടായിരിക്കും? ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാകും, ഒബ്സർവേഷൻ സ്കിൽസ് ഉണ്ടാകും. ഇതൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if a physics teacher purposefully compares the functioning of livers with that of the movement of human body, then it is. അതായത് ലിവേഴ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സയൻസ് ടീച്ചർ എന്ത് പറയുന്നു? നമ്മുടെ ബോഡി മോഷനെ കുറിച്ച് എന്താണ് പെട്ടെന്ന് തന്നെ ക്ലാസ് അല്ലെങ്കിൽ ബോഡി മോഷനെ കുറിച്ച് എന്താണ് പർപ്പസ്ഫുള്ളി, അതായത് പ്ലാൻ ചെയ്ത് എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എങ്കിൽ അത് ഏത് ടൈപ്പ് കോറിലേഷന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അഖില ആൻസർ പറയുന്നുണ്ട്. അതെന്താണ്? ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക് കോറിലേഷൻ ആണ്. ഇവിടെ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താണ്? പർപ്പസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പർപ്പസ്ഫുള്ളിയുടെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഈസ് ഓൾറെഡി എന്താണ്? പ്ലാൻഡ് ആണ്. അതായത് ടീച്ചർ ഓൾറെഡി എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? നാളെ ടീച്ചർ എന്താണ്? ലിവറിനെ കുറിച്ചാണ് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ലിവർ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ടീച്ചർ എന്ത് പറയുന്നു? നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള മൂവ്മെന്റും റിലേറ്റ് ചെയ്തു പറയുന്നെങ്കിൽ, ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് അതിനെക്കുറിച്ച് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പറയുന്നെങ്കിൽ ദാറ്റ് ഈസ് എന്താണ്? ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക് കോറിലേഷൻ ആണ്. എന്നാൽ എന്താണ്? രണ്ട് തരത്തിലുള്ള കോറിലേഷൻ ആണുള്ളത്, സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻസിഡന്റൽ കോറിലേഷൻ. എന്താണ് ഇൻസിഡന്റൽ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ടീച്ചർ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റേതെങ്കിലും സബ്ജക്റ്റിലുള്ള ടോപ്പിക്ക് കോറിലേറ്റ് ചെയ്തു പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസിഡന്റൽ കോറിലേഷൻ എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് തന്നെ ടീച്ചർ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് കോറിലേറ്റ് ചെയ്ത് പറയുവാണ്. അപ്പൊ ടീച്ചറിന് എന്തുണ്ടായിരിക്കണം? ടീച്ചറിന് എല്ലാ സബ്ജക്റ്റിലും ഒരു വൈഡ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കോറിലേറ്റ് ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ. സോ പെട്ടെന്ന് ആക്സിഡന്റലി അങ്ങനെയുള്ള ടേംസുകളൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് അതെന്താണ്? ഇൻസിഡന്റൽ കോറിലേഷൻ ആണ്. എന്നാൽ പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക് കോറിലേഷൻ ആണ്. ഓക്കെ, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക് കോറിലേഷൻ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the concept of light is included in different grades by keeping the linkage and continuity, ലിങ്കേജും കണ്ടിന്യൂറ്റിയുമുള്ള കരിക്കുലം അപ്രോച്ച് ഏതെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്? ലിങ്കേജ് ആൻഡ് കണ്ടിന്യൂറ്റി ഉള്ള കരിക്കുലം അപ്രോച്ച് ഏതാണ്? ലിങ്കേജും കണ്ടിന്യൂറ്റി ഉണ്ട്. അതായത് 8ൽ പഠിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റിന്റെ വൈഡനിങ് കൺസെപ്റ്റ് ആയിരിക്കും 9ൽ പഠിപ്പിക്കുന്നത്. അതായത് 8ാം ക്ലാസ്സിലെ ലെൻസിനെ കുറിച്ച് പഠിപ്പിച്ചാൽ 9ാം ക്ലാസ്സിലെ ലെൻസിന്റെ ഹയർ പോർഷൻസ് പഠിപ്പിക്കും. 10ാം ക്ലാസ്സില് അതിന്റെ ഹയർ പോർഷൻസ് പഠിപ്പിക്കുന്നു. ഈ 3 പോർഷൻസും തമ്മിൽ എന്തുണ്ട്? ഒരു ലിങ്കേജ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന കരിക്കുലം അപ്രോച്ച് ആണ് എന്ത്? യെസ്, എല്ലാവരും പറയുന്നുണ്ട്. ദാറ്റ് ഈസ് spiral approach. So widening of knowledge through keeping the linkage and continuity, that type of approach എന്ന് പറയുന്നത് എന്താണ്? that is spiral approach ആണ് അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ spiral approach വരച്ച് കാണിക്കുന്നത് അല്ലേ. ഇവിടെ എന്താണ്? ഇവിടെ നിന്നൊരു ചെറിയ ബേസിസിൽ തുടങ്ങി നമ്മുടെ അറിവ് എന്താണ്? വലുതായി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ
വലുതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് എന്താണ് ഇവിടെ എന്തുണ്ട്? പരസ്പരം എന്തുണ്ട്? ലിങ്കേജ് ഉണ്ട്. എന്നാൽ widening of knowledge but there is no linkage അത്തരമുള്ള കരിക്കുലം അപ്രോച്ച് എന്താണ്? വൈഡനിങ് ഓഫ് നോളജ് ലഭിക്കുന്നുണ്ട്, പക്ഷേ എന്തുണ്ടാകുന്നില്ല? ലിങ്കേജ് ഇല്ല. ലിങ്കേജ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് അപ്രോച്ച് ആണ്? ദാറ്റ് ടൈപ്പ് ഓഫ് അപ്രോച്ച് ഈസ് നോൺ ആസ് കോൺസെൻട്രിക് അപ്രോച്ച് അല്ലേ? കോൺസെൻട്രിക് അപ്രോച്ച് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇതാണ് കോൺസെൻട്രിക് അപ്രോച്ച് അല്ലേ? നോളജിന്റെ വൈഡനിങ് നടക്കുന്നുണ്ട് അല്ലെ? ബബിൾസിന്റെ ഏരിയ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ബബിൾസിന്റെ വോളിയം കൂടിക്കൊണ്ടിരിക്കുന്നു. വൈഡനിങ് ഓഫ് ലിങ്കേജ് ഉണ്ട്, വൈഡനിങ് ഓഫ് നോളജ് ഉണ്ട്, പക്ഷെ ഈ ഓരോ സ്പിയേഴ്സും തമ്മിൽ പരസ്പരം ലിങ്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അത്തരം നോളജിനെയാണ് അല്ലെങ്കിൽ അത്തരം കരിക്കുലം അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺസെൻട്രിക് അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. സോ നോ ലിങ്കേജ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൺസെൻട്രിക്, ലിങ്കേജ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എന്താണ്? സ്പൈറൽ അപ്രോച്ച് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എ ടീച്ചർ ടീച്ചസ് ദ കൺസെപ്റ്റ് ഓഫ് മെറ്റൽസ് ബൈ ഷോയിങ് വേരിയസ് മെറ്റാലിക് സബ്സ്റ്റൻസ് ദെൻ ഇറ്റ് കംസ് അണ്ടർ. അതായത് ടീച്ചർ ഒരു കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുവാണ്. എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? എക്സാമ്പിൾസ് കാണിച്ചിട്ട് കുട്ടികളിലോട്ട് എന്ത് ചെയ്യുവാണ്? ആ എക്സാമ്പിളിൽ നിന്നും ഒരു കൺസെപ്റ്റ് ടീച്ചർ കുട്ടികളെ കൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് തരത്തിലുള്ള മെത്തേഡ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള അപ്രോച്ച് ആണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഓൾറെഡി പറയുന്നുണ്ട്, ദാറ്റ് ഈസ് രാഖി പറയുന്നുണ്ട്, ദാറ്റ് ഈസ് എന്താണ്? ഇൻഡക്റ്റീവ് മെത്തേഡ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് രണ്ട് തരത്തിലുള്ള മെത്തേഡ് ഓഫ് അപ്രോച്ച് ആണുള്ളത്. എന്ത്? ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും. സോ ഞാൻ ഡിഡക്റ്റീവ് മെത്തേഡിനെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? DGP എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാം. ഡിഡക്റ്റീവ് മെത്തേഡ് DGP. എന്താണ് DGPയുടെ പ്രത്യേകത? അതെന്ന് പറയുന്നത് എന്താണ്? ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് പഴയ കാലത്തെ ടീച്ചർമാർ യൂസ് ചെയ്തിരുന്ന മെത്തേഡാണ് DGP എന്ന് പറഞ്ഞാൽ. അതായത് ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് എന്ത് പറയും? ഒരു ലെക്ചർ ക്ലാസ് എടുക്കുന്നു. അതായത് നമുക്ക് ഒന്നും അറിയാൻ പാടില്ല. ആ അറിയാൻ പാടില്ലാത്ത ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ആദ്യം തന്നെ ഒരു തിയറി പറഞ്ഞു തരുന്നു. എന്നിട്ട് തിയറി മനസ്സിലാക്കി തന്നിട്ട് ആ തിയറിയായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് കാണിച്ചു കൊടുക്കുന്നു. അപ്പം ആദ്യം എന്താണ്? ജനറൽ നിന്നും പർട്ടിക്കുലറിലോട്ട് പോകുന്നു. അല്ലെങ്കിൽ ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യം തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നു, എന്നിട്ട് എക്സാമ്പിളിലോട്ട് എത്തിക്കുന്നു. ദാറ്റ് മെത്തേഡ് ഈസ് DGP, ഡിഡക്ഷൻ മെത്തേഡ്. ഇവിടെ എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്? ഇവിടെ ആദ്യം ടീച്ചർ എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യം എക്സാമ്പിൾസ് ആണ് തരുന്നത് അല്ലെ? എക്സാമ്പിൾസിൽ നിന്നും ആ എക്സാമ്പിളിന്റെ പ്രത്യേകതകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. അതിൽ നിന്നും കുട്ടികൾ തന്നെയാണ് എന്തിലോട്ട് എത്തിച്ചേരുന്നത്? ഒരു തിയറിയിലോട്ട് എത്തിച്ചേരുന്നതെങ്കിൽ ദാറ്റ് മെത്തേഡ് ഈസ് നോൺ ആസ് ഇൻഡക്റ്റീവ് മെത്തേഡ്. സോ DGP പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഇൻഡക്റ്റീവ് മെത്തേഡ് എന്നുള്ളത്. സോ ആൻസർ ഈസ് ഇൻഡക്റ്റീവ് മെത്തേഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഗ്രാഫിക് എയ്ഡ്? അപ്പം നമ്മൾ പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ടീച്ചിങ് എയ്ഡുകളുടെ ക്ലാസിഫിക്കേഷൻ. അപ്പം ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? ഗ്രാഫിക് എയ്ഡ് അല്ലാത്ത എയ്ഡ് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ടീച്ചിങ് എയ്ഡുകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൊജക്റ്റഡ് എയ്ഡ് എന്നും നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് എന്നും. ആ നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് തന്നെയാണ് എന്ത് വീണ്ടും ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഗ്രാഫിക് എയ്ഡ്, 3D എയ്ഡ്, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ പെടുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചുകൊണ്ട് പോകുക. അതിൽ നിന്ന് എന്തായാലും ഒരു മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്? എന്താണ് ഗ്രാഫിക് എയ്ഡ് ആയിട്ടല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പം നമുക്കറിയാം ചാർട്ടും മാപ്പും ഗ്രാഫൊക്കെ എന്താണ് ഗ്രാഫിക് എയ്ഡിന് എക്സാമ്പിൾ ആണ്. എപ്പിഡയാസ്കോപ്പ് എന്ന് പറയുന്നതാണ് എന്ത് ഗ്രാഫിക് എയ്ഡ് അല്ലാത്തത്. ദാറ്റ് ഈസ് എന്താണ് പ്രൊജക്റ്റഡ് എയ്ഡ് ആണ്. എപ്പിഡയാസ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ് പ്രൊജക്റ്റഡ് എയ്ഡിന് എക്സാമ്പിൾ ആണ്. പ്രൊജക്റ്റഡ് എയ്ഡിന് മറ്റ് എക്സാമ്പിൾസുകളാണ് എന്തൊക്കെ? LCD, OHP, അതൊക്കെ പ്രൊജക്ടർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പ്രൊജക്റ്റഡ് എയ്ഡിന് എക്സാമ്പിൾ ആണ്. സോ ആൻസർ എന്താണ്? എപ്പിഡയാസ്കോപ്പ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഏരിയ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഇനി നമുക്ക് ചോദിക്കുന്നത് ടെസ്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? ടെസ്റ്റുകൾ. ഇപ്പൊ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഐഡന്റിഫൈ ദ ടെസ്റ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഏരിയ ഓഫ് ഡിഫിക്കൽട്ടി ഫോഴ്സ്ഡ് ബൈ സ്റ്റുഡൻസ്. സ്റ്റുഡൻസിന്റെ പോരായ്മകള് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് എന്ത് മേഖലയിലാണ് പോരായ്മ ഉള്ളത് അല്ലെങ്കിൽ എന്ത് ഭാഗമാണ് കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ടീച്ചർ നടത്തുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഏതാണ് ഇതിനകത്ത് ടീച്ചർ നടത്തുന്ന ടെസ്റ്റ്? അതായത് കുട്ടികളുടെ പോരായ്മ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏത് ഭാഗമാണ് കൂടുതലായിട്ട് ഇനി പറഞ്ഞു കൊടുക്കേണ്ടത് എന്നൊക്കെ ടീച്ചറിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? ദാറ്റ് ഈസ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് അല്ലേ? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ആൻസർ എന്ന് പറയുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റ് അല്ല. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അച്ചീവ്മെന്റ് ടെസ്റ്റ് മീൻസ് എന്താണ്? നിങ്ങൾ എന്ത് നേടി എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ടോപ്പിക്ക് ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞു, ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ടീച്ചർ എന്ത് നടത്തുവാണ്? ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തുമോ? അപ്പൊ ടീച്ചറിന് എന്ത് അസസ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഏതൊക്കെ പോർഷൻ, നിങ്ങൾക്ക് കുട്ടികൾക്ക് എന്തൊക്കെ മനസ്സിലായി, ടീച്ചർ പഠിപ്പിച്ചതിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾ നേടിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത്. ആ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. എന്നാൽ ചില കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നില്ല, പഠിപ്പിച്ച കാര്യങ്ങളിൽ കുറെ ഏരിയ ടീച്ചറിന് എന്ത് കുറെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അപ്പം അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ കുറെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ എഴുതാൻ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്താണ് സെന്റൻസ് അല്ലെങ്കിൽ സെന്റൻസ് എഴുതാൻ അറിയുന്നില്ല, അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അത് അവരുടെ പ്രോബ്ലംസ് കൃത്യമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ പോരായ്മ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റാണ് എന്ത്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ടെസ്റ്റാണ് എന്ത്? പ്രൊഗണോസ്റ്റിക് ടെസ്റ്റ് അല്ലെ? ഓരോ കുട്ടികൾക്കും എന്താണ്? ഓരോ അഭിരുചിയായിരിക്കും അല്ലെ? ചില കുട്ടികൾക്ക് കായിക മേഖലയോടായിരിക്കും അഭിരുചി ഉള്ളത്, ചില കുട്ടികൾക്ക് സംഗീത മേഖലയോടായിരിക്കും അഭിരുചി. അപ്പം ഓരോ കുട്ടികളും ഏത് മേഖലയിലാണ് ഇനി മുന്നോട്ട് തെളിയിക്കുന്ന അവരുടെ കഴിവ് തെളിയിക്കാൻ പോകുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് എന്ത്? ദാറ്റ് ഈസ് പ്രൊഗണോസ്റ്റിക് ടെസ്റ്റ്. അപ്പൊ ആ 3 ടെസ്റ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടി എന്ത് നേടി എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് എന്ത്? അച്ചീവ്മെന്റ് ടെസ്റ്റ്. കുട്ടി എന്ത് നേടിയിട്ടില്ല അല്ലെങ്കിൽ കുട്ടിയുടെ പോരായ്മ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ദെൻ അടുത്ത എന്താണ്? കുട്ടി ഏത് മേഖലയിലാണ് ഇനി ഭാവിയിൽ കുട്ടി ഏത് മേഖലയിലാണ് കഴിവ് തെളിയിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് എന്ത്? പ്രൊഗണോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അപ്പം നമ്മുടെ എക്സാം ആണ് K3, K1 K2ൻ്റെ എക്സാം 30-ാം തീയതിയാണ്. K3യുടെ എക്സാം എന്താണ്? 31-ാം തീയതിയാണ്. അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും അതായത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാതെയാണ് ഞാൻ ഇനി എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ ആരും പേടിക്കേണ്ട. എന്താണ്? നമ്മൾ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ പുതിയ K3യുടെയും K1 K2ൻ്റെയും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. എന്താണ്? സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാകും. ദെൻ നിങ്ങൾക്ക് ഓരോ ഉള്ള സംശയങ്ങൾ തീർക്കുവാനായിട്ട് കൃത്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. മോക്ക് എക്സാംസുകൾ ഉണ്ടാകും. അപ്പം അത്തരത്തിലുള്ള ക്ലാസ്സുകൾ കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂട്ടുകാർ ഇനി അടുത്ത K3 K1ന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു എക്സ്ക്ലൂസീവ് Ktet ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ എക്സാം പെഡഗോഗിക്ക് കൂടുതൽ ക്ലാസ്സുകൾ കിട്ടും. ഇത് നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ മാത്രമേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് അതായത് വരുന്ന Ktetന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർ ആരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അവരിലോട്ടും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഈ വരുന്ന എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ
വലിയൊരു എക്സാം ആണ്. അതായത് നമുക്ക് ഈ K3 ഫിസിക്കൽ സയൻസ് പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, HSAക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അതേപോലെ തന്നെ LP UPക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പം വരുന്ന ആ എക്സാമിനെ വളരെ കൂളായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്യുക. ടെൻഷനൊന്നും അടിക്കാതെ നന്നായിട്ട് പോയി പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.